Hi all, myself Nithin Sethumadhavan, your faculty for auditing and ethics at Supply Commerce Academy. നമ്മളുടെ സെപ്റ്റംബർ 2026 അറ്റംപ്റ്റിൻ്റെ RTPs എല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് ദിസ് വീഡിയോ സെഗ്മെൻറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി RTP ഫോർ ഓഡിറ്റിംഗ് പേപ്പർ. ഓക്കെ, ആൻഡ് യെസ്, ഫെയർലി ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ നമുക്ക് RTPയിൽ ഉള്ളത്. ലെറ്റ് us go through the questions one by one. And this will be the first video among the series of RTP NTP from my side for you guys. നമുക്ക് RTPക്ക് ശേഷം ഇതുപോലെ MTP1ൻ്റെയും MTP2ൻ്റെയും വീഡിയോസ് ഉണ്ടാവും. ആൻഡ് സെപ്റ്റംബർ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും ഈ RTP ആൻഡ് MTP1-2 ഡിസ്കഷൻ വീഡിയോസ് കണ്ടിരിക്കണം ടു സ്ട്രെങ്തൻ യുവർ റിവിഷൻ. ആൻഡ് ഓൾസോ കോസ്റ്റിംഗ് എക്സാമിന് ശേഷം ഒരു 1.5 days നമുക്ക് ഓഡിറ്റിങ്ങിന് മുമ്പ് കിട്ടും. അന്നേരം എങ്ങനെയാണ് ഫൈനൽ ലാബ് റിവിഷൻ ചെയ്യേണ്ടത് എന്നും ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഈ സെറ്റ് ഓഫ് വീഡിയോസ് ഫുൾ RTP, MTP ആൻഡ് ഈ ഫൈനൽ ലാബ് സെഷൻ ഇത്രയും വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കണം. അത് നിങ്ങളുടെ റിവിഷനെ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഈ ഫൈനൽ ലാബ് സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ RTP തൊട്ടിട്ടേ ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കണം. ഓൾസോ ഈ വീഡിയോസ് നിങ്ങൾ കാണുന്ന സമയത്ത് ഐ ആം അസ്യൂമിങ് ദാറ്റ് യു ഹാവ് അറ്റൻഡഡ് ദ ക്ലാസ് ഫുള്ളി. നിങ്ങൾ ഒരു തവണ ഫുൾ ക്ലാസ് ഇരുന്ന് നിങ്ങളുടെ റിവിഷനിലാണ് എന്ന ഒരു ഉദ്ദേശത്തിലായിരിക്കും ഈ വീഡിയോസ് പറയുന്നത്. അതായത് ഐ വോണ്ട് ബി ഗിവിങ് ഫ്രഷ് എക്സ്പ്ലനേഷൻസ് ഓർ ടേക്കിംഗ് ദ ഹോൾ ക്ലാസ് ആസ് സച്ച്. ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ടോപ്പിക്സാണ് വന്നേക്കുന്നത് എന്നും എക്സാമിനപ്പോൾ എന്ത് പ്രതീക്ഷിക്കാമെന്നും അവരെ ഉദ്ദേശിക്കുന്ന പ്രസൻറ്റേഷൻ എന്താണ്, അങ്ങനെയൊക്കെയുള്ളൊരു ഡിസ്കഷനാണ് നമ്മുടെ RTP NTP വീഡിയോസിൽ ഉദ്ദേശിക്കുന്നത്. സോ ഗോയിങ് വിത്ത് ദ നോർമൽ പാറ്റേൺ, ഇത്തവണ നോർമൽ പാറ്റേൺ തന്നെയാണ്. RTP ക്വസ്റ്റൻസ് പറയുമ്പോൾ ഈ ചാപ്റ്റർ വൈസ് ഓർഡറിലായിരിക്കും. അല്ലാണ്ട് ശരിക്കും എക്സാമിന് ഉണ്ടാകുന്ന മോഡലിലെ ക്വസ്റ്റൻസ് കാണണമെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ടിൽ MTPs. MTP1ഉം MTP2ലും ക്വസ്റ്റൻസ് വരുമ്പോൾ പ്രോപ്പർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചറിലായിരിക്കും അവർ ഡിസൈൻ ചെയ്യുന്നത്. RTP പ്യൂർലി ഫോർ റിവിഷൻ, ചാപ്റ്റർ വൈസ് ഓർഡറിൽ അവർ ക്വസ്റ്റൻസ് സോർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കേസ് സ്റ്റഡീസും MCQs ആയിട്ട് ഒരു 7-8 ക്വസ്റ്റൻസും കൂടി കാണും. നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് കേസ് സിനാരിയോ. ആദ്യത്തെ കേസ് സിനാരിയോ CA അർജുൻ എന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കേസാണ് പറയുന്നത്. യൂഷ്വലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ആദ്യമേ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റോറിയിലോട്ട് വന്നാൽ മതിയെന്ന്. പ്രത്യേകിച്ചും ഇത് വന്നിട്ടൊരു വലിയ സ്റ്റോറിയാണ്. ഇത്തവണ നോക്കുമ്പോൾ ഒരു നീണ്ട ഫുൾ 2 pages സ്റ്റോറിയാണ് ഇത്തവണ കേസിൽ ഇട്ടേക്കുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഈ കേസിൻ്റെ അകത്ത് കേസ് വായിച്ചാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ട്രെൻഡ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ഇത്തവണ RTPയിൽ വന്നേക്കുന്നത്. MTPയിലും കൂടി അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എക്സാമിനും അത് പ്രതീക്ഷിക്കാമെന്ന് പറയാം. ഇതിപ്പോൾ ഇറ്റ്സ് ടു സൂൺ ടു പ്രെഡിക്റ്റ് എനിത്തിങ്. ബട്ട് ദെൻ ഈ ക്വസ്റ്റ്യൻസിൽ എല്ലാത്തിലും തന്നെ അർജുൻ എങ്ങോട്ട് പോയി, അർജുൻ എന്ത് ചെയ്തു, ഇത് ചെയ്ത് ശരിയാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കഥ വായിക്കല്ലാണ്ട് വേറെ നിവർത്തിയില്ല. വിൽ ജസ്റ്റ് ഗോ ക്വിക്ലി ത്രൂ ദ സ്റ്റോറി ഹിയർ. CA Arjun, the statutory auditor of XYZ Limited, was engaged to conduct the audit of FS of financial year 25-26. The company undertook complex cross-border restructuring involving overseas subsidiaries, extensive ആയിട്ടുള്ള import-export transactions ഉണ്ട്. Foreign exchange regulations എല്ലാം അവർക്ക് ആപ്ലിക്കബിൾ ആണ്. So yes, the company is having lot of forex transactions and everything. ബിഫോർ അക്സെപ്റ്റിംഗ് ആൻഡ് കണ്ടിന്യൂയിങ് ദി എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇനിഷ്യൽ ഫേസിൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ, വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ ഫേസ് ആയിരിക്കും നമ്മുടെ PEA സ്ട്രാറ്റജി പ്ലാൻ്റെ ഒക്കെ ഒരു പീരീഡ്. CA Arjun ensured that the engagement team possessed the necessary professional competence, expertise and technical knowledge required for auditing. അത് നമ്മുടെ SA 300 പറയുന്ന പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ പറയുന്ന റിക്വയർമെൻ്റ് ആണ് അല്ലേ. ഈ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ കോമ്പറ്റൻസ് നോക്കുക, അതേപോലെ ക്ലയൻറ്റിൻ്റെ ഇൻറ്റിഗ്രിറ്റി നോക്കുക. ഇതെല്ലാം അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ആസ് പെർ SA 300. ആൻഡ് ഇറ്റ് ഇസ് ഈ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പും എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ഉറപ്പുവരുത്തുക ആൻഡ് ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് ഉറപ്പുവരുത്തുക ആസ് പെർ 210. ഇതെല്ലാം SA 300 PEയിൽ വരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റോടെ സംഭവിക്കുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. During the course of the audit, Arjun identified instances of delayed realization of export proceeds and non-compliance with forex regulations. അപ്പോൾ ചില non-complianceകൾ ഓഡിറ്റർ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ശരി. മാനേജ്മെൻറ്റ് represented that the delays were temporary and expected to be resolved through ongoing negotiations. Management further requested that these matters should not be specifically highlighted in the audit documentation or communication with TCWG. അപ്പോൾ ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഈ വയലേഷൻസ് TCWG അടുത്ത് പറയരുത് എന്ന് മാനേജ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് സംതിങ് റോങ്. നമ്മളുടെ ഇൻഡിപെൻഡൻസിനെ കോംപ്രമൈസ് ചെയ്യുന്നൊരു റിക്വസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. ലെറ്റ് us see whether നമ്മുടെ അർജുൻ അതിന് വഴങ്ങിയോ നമുക്ക് നോക്കാം. കൺസിഡറിങ് ദ കമ്പനീസ് ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫെമിലിയറിറ്റി ത്രെട്ട് മണക്കുന്നുണ്ട്. കൺസിഡറിങ് ദ ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഫേം ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ലൂസിങ് ഫ്യൂച്ചർ അസൈൻമെൻറ്റ്സ്. യെസ്, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട്, ഫെമിലിയറിറ്റി ത്രെട്ട് എല്ലാം ഇവിടെ വന്നു. അർജുൻ ഇൻറ്റൻഷനലി അവോയ്ഡഡ്
ഡോക്യുമെൻറ്റിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദീസ് നോൺ കംപ്ലയൻസ് ടു ദ TCWG. സോ ഇവിടെ ഇൻഡിപെൻഡൻസ് കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ട്, സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടും അതേപോലെ ഫെമിലിയാരിറ്റി ത്രെട്ടൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് കാരണം ഉണ്ടാകുന്ന കോംപ്രമൈസ് ഇൻ ഇൻഡിപെൻഡൻസ് ആണ് ഫെമിലിയാരിറ്റി ത്രെട്ട്. പിന്നെ ഫ്യൂച്ചർ അസൈൻമെൻറ്റ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഹിസ് സെൽഫ് ഇൻട്രസ്റ്റ് ഇസ് കമ്മിങ്. ഓക്കെ, ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ അവിടെ സംഭവിച്ചു. സോ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, മാനേജ്മെൻറ്റ് പറയുന്നത് പോലെ അവരെന്ത് ചെയ്തു, ഇയാൾ ഈ കാര്യം സീക്രട്ട് ആക്കി വെക്കുകയാണ്, TCWG അറിയിച്ചില്ല. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം. വൈൽ ഓഡിറ്റിംഗ് ദ ട്രേഡ് റിസീവബിൾസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് റൈസിംഗ് ലാർജ്ലി ഫ്രം ഓവർസീസ് ഓപ്പറേഷൻസ്, Arjun obtained an aging analysis which showed that more than 60% of the receivables were outstanding for more than 180 ദിവസം. ഓക്കെ, ഈ സ്ഥാപനത്തിൻ്റെ റിസീവബിൾ ബാലൻസസ് നോക്കുന്ന സമയത്തും ഒരു ഒബ്സർവേഷൻ ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% കൂടുതൽ 60% ട്രേഡ് റിസീവബിൾസ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് 180 ദിവസത്തോളമായിട്ടും ഓവർ ഡ്യൂ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ NP എന്നൊന്നും പറയണ്ട, ബിക്കോസ് ഇത് ബാങ്കൊന്നുമല്ല. പക്ഷെ എന്നാലും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും ഒരുപാട് നാളായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ പ്രൊവിഷൻ ഇട്ട് മാറ്റേണ്ട കേസുകളാണ്. അപ്പോൾ ഈ പ്രൊവിഷൻ ഇടാത്ത പക്ഷം ഈ ട്രേഡ് റിസീവബിൾസ് എല്ലാം ഓവർ വാല്യൂഡ് ആവാൻ ചാൻസ് ഉണ്ട്. ദർ ഇസ് എ പോസിബിൾ മിസ്റ്റേറ്റ്മെൻറ്റ് ഹിയർ. ഇവിടെ ഒരു ഇൻഹെറൻറ്റ് റിസ്ക് നമുക്ക് മണക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് എ ഇൻഹെറൻറ്റ് റിസ്ക്. എന്ത് റിസ്ക്കാണ്? ഇവിടെ ഓവർ സ്റ്റേറ്റ്മെൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ട്രേഡ് റിസീവബിൾസ് ഓവർ സ്റ്റേറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. കാരണം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും പേയ്മെൻറ്റ് വരുന്നില്ലെങ്കിൽ പ്രൊവിഷൻ ഇട്ട് കളയേണ്ടതാണ്. Management explained that the delays are industry-wide and assured the auditor that the amounts were fully recoverable based on the restructuring negotiations, etc. Management പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം കിട്ടുമെന്ന്. പക്ഷേ അതുപോലെ auditor neither obtained any external confirmations from the debtors nor examined the subsequent receipts, etc. and instead relied primarily upon the management representations. That is wrong. And past recovery trend while concluding that the provisions are adequate. During the audit, Arjun also noted an ongoing income tax litigation relating to cross-border transaction. So some tax litigation is also there. Although the first appellate authority had ruled in favor of the company, department has filed an appeal before the High Court. അപ്പോൾ ഇവിടെ ഒരു കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയുടെ പോസിബിലിറ്റി വരുന്നുണ്ട്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി, അതായത് ഒരു പെൻഡിങ് ലിറ്റിഗേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ AS-29 SA 501 ലിറ്റിഗേഷൻസിൻ്റെ ഒക്കെ കണ്ടന്റ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഹാപ്പൻഡ് വൈൽ ദി എമൗണ്ട് ഇൻവോൾവ് വാസ് ഇൻഡിവിജ്വലി ബിലോ ദ മെറ്റീരിയാലിറ്റി ലെവൽ. നമ്മുടെ ഓവറോൾ മെറ്റീരിയാലിറ്റി ലെവലിൻ്റെ താഴെയാണ് ഈ ലിറ്റിഗേഷൻ നിൽക്കുന്നതെങ്കിലും ഓഡിറ്റ് റിമെയിൻഡ് കൺസേൺഡ് അബൌട്ട് ദ appropriateness of management's assessment. Okay, and management relied upon a legal opinion obtained from its external legal counsel to support the conclusion. അപ്പോൾ ഇത് പക്ക SA 501 പോകുന്നത്. SA 501 ഓഡിറ്റ് എവിഡൻസ് സ്പെസിഫിക് കൺസിഡറേഷൻസ് ഫോർ സെലക്ടഡ് ഐറ്റത്തിൻ്റെ അകത്ത് ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിനെ സംബന്ധിക്കുന്ന ഓഡിറ്റ് എവിഡൻസ്, സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ പ്രസൻറ്റേഷൻ പ്രോപ്പർ ആണെന്നൊക്കെ ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ഈ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ ലെറ്റർ ഓഫ് എൻക്വയറി ഒക്കെ അയക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ലെറ്റർ ഓഫ് സ്പെസിഫിക് എൻക്വയറിക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ലെറ്റർ ഓഫ് ജനറൽ എൻക്വയറിക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ലെറ്റർ ഓഫ് സ്പെസിഫിക് എൻക്വയറി അയക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അക്കോർഡിംഗ്ലി CA Arjun considered the procedures required under SA 501 in the audit of purchases and imported raw materials. ഇനി അടുത്ത ഇഷ്യൂ, അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഈ കേസിൽ. സോ ഇൻ ദി audit of purchase of imported raw materials, അതിൽ നിന്ന് സംഭവിച്ചു, Arjun observed a substantial increase of nearly 40% compared to previous year, along with concentration of procurement from a limited number of overseas vendors. To understand these fluctuations, he performed analytical procedures SA 520 activate ആകുമ്പോഴാണ്. And what happened there? He also verified the gate inward records with the corresponding purchase invoice. However, such testing was restricted to selected months only and excluded transactions recorded close to the year end. No additional substantive procedures were designed to specifically address the risk of incorrect cut-off assertion. ആൻഡ് യെസ്, അപ്പോൾ ഈ പർച്ചേസസിലൊക്കെ കട്ട് ഓഫ് അസേഷനിലൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസ് കാണുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഈ പീരിയോഡിസിറ്റി കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ആൻഡ് യെസ്, ദ കമ്പനി ഓൾസോ underwent significant changes including replacement of management personnel, transition from the previous financial reporting framework, etc., introduction of new regulatory compliance വന്നിട്ടുണ്ട്. Despite these developments affecting the scope and reporting requirements, CA Arjun decided to continue the engagement under the original terms agreed. അപ്പോൾ SA 210 ഒരു റിക്വയർമെൻറ്റും ഇവിടെ തെറ്റിയിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന എൻഗേജ്മെൻറ്റ് ലെറ്റർ റിവൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടും അത് റിവൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ യെസ്, ഒരു വലിയ കേസ് സ്റ്റഡിയാണ്. അതിൻ്റെ അകത്ത് അവർ ഈ SA 520, SA 300, SA 200 ഇൻഡിപെൻഡൻസ് ത്രെഡ്സ് 501, 520, 210. അപ്പോൾ ഇറ്റ്സ് എ മെഗാ കേസ് സ്റ്റഡി. മൾട്ടിപ്പിൾ SIസിനെ ഹിറ്റ് ചെയ്യുന്ന ഒരു
ക്വസ്റ്റ്യൻ ആണ് RTP ഇട്ടേക്കുന്നത്. എക്സാമിന് ഇത്രയും നീണ്ട വലിയൊരു കേസ് സ്റ്റഡി വരാൻ ചാൻസ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു RTPയിൽ മാക്സിമം റിവൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാ മാക്സിമം എസ്സേസ് ചേർത്തിട്ടൊരു കേസ് ഉണ്ടാക്കിയതായിരിക്കണം. Anyways, based on this, let us go through the questions. Which of the following best describes Arjun's conduct regarding the foreign exchange non-compliance? ആ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ നോൺ കംപ്ലയൻസിൽ അർജുൻ കാണിച്ച പരിപാടി എന്താ? അർജുൻ എന്ത് ചെയ്തു? ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മാനേജ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം TCWG അറിയിക്കാതിരുന്നില്ലേ? അവൻ്റെ ഇൻഡിപെൻഡൻസ് കോംപ്രമൈസ് ആക്കിയില്ലേ? സോ which of the following best describes what Arjun just did? He has complied with ethical requirements. ഇല്ല. Only professional competence is affected. അല്ല. His conduct result in the violation of professional behavior and ethical responsibilities despite performing audit procedure. Option C is the answer. അതായത് ഇവിടെ ഇൻഡിപെൻഡൻസ് എന്ത് ത്രെട്ട് വന്നു എന്നല്ല ചോദിച്ചേക്കുന്നത്. ഈ മാനേജ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഒരു നോൺ കംപ്ലയൻസ് TCWG നിന്നും മറച്ചു വെച്ചു. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് തെറ്റണമെന്നുള്ള കാര്യം പറയാതിരിക്കുന്നതും ഡോക്യുമെൻ്റ് ചെയ്യാതിരിക്കുന്നതൊക്കെ പ്രൊഫഷണൽ ബിഹേവിയർ കോംപ്രമൈസ് ആവുന്നതിന് തുല്യമാണ്. അപ്പോൾ എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ബേസ്ഡ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പോയിരിക്കുന്നത്. വിച്ച് എത്തിക്കൽ റിക്വയർമെൻറ്റ് ഹാസ് ബീൻ കോംപ്രമൈസ്? നമ്മൾ SA 200 പറയുന്ന എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇൻറ്റിഗ്രിറ്റി ഉണ്ടാവണം, സത്യസന്ധത, ഒബ്ജക്റ്റിവിറ്റി, നിഷ്പക്ഷത, പ്രൊഫഷണൽ ബിഹേവിയർ, അതായത് ബ്രിങ്ങിങ് ഡിസ്റെപ്യൂട്ട് ടു ദ പ്രൊഫഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇൻഡിപെൻഡൻസ്, മനഃപൂർവ്വം കോംപ്രമൈസ് ആവുക, ഫ്രോഡിന് കൂട്ടു നിൽക്കുക, ഇതൊക്കെ എന്താണ്? പ്രൊഫഷണൽ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ഇൻറ്റിഗ്രിറ്റിയുടെ പോയിൻറ്റ്സ് ഇല്ലെങ്കിലും ഓപ്ഷൻസിലും വരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഡൗട്ട് വരാം, സാറേ ഇത് ഇൻറ്റിഗ്രിറ്റിയും ബാധിക്കുമല്ലേ, ഇയാൾ ഒരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുമല്ലേ? അവിടെ ഏത് എത്തിക്കൽ പ്രിൻസിപ്പിൾ, ഇൻറ്റിഗ്രിറ്റിയുടെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നില്ല. അപ്പോൾ തന്നേക്കുന്ന ഓപ്ഷൻസിൽ ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള സംഭവം എന്താ? ഇറ്റ്സ് എ വയലേഷൻ ഓഫ് പ്രൊഫഷണൽ ബിഹേവിയർ ആൻഡ് ഹിസ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇൻറ്റിഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഒക്കെ കോംപ്രമൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്ഷൻ A പറയുകയാണ് ഒരു കുഴപ്പമില്ല എന്ന്, B പറയുകയാണ് കോമ്പറ്റൻസ് മാത്രമേ കുഴപ്പമുള്ളൂ, D പറയുകയാണ് അഗെയിൻ നോ എത്തിക്കൽ വയലേഷൻ. ദർ ഇസ് എത്തിക്കൽ വയലേഷൻ. നമ്മുടെ ഇൻറ്റിഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഒക്കെ പ്രൊഫഷണൽ ബിഹേവിയർ ഒക്കെ എഫക്റ്റഡ് ആണ്. C ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Based on the audit procedures performed for trade receivables, which of the following represents the most significant ആയിട്ടുള്ള കൺസേൺ? ട്രേഡ് റിസീവബിൾസിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ കൺസേൺ എന്തായിരുന്നു? റിസീവബിൾസ് ഒരുപാട് ഓവർ സ്റ്റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് റിസ്ക് കണ്ടില്ലേ? അതായത് ഈ ഏജിംഗ് റിപ്പോർട്ട് നോക്കിയിട്ടും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് 60% ആൾക്കാർ 150 ദിവസമായിട്ട് ഓവർ ഡ്യൂ ആയിട്ട് നിൽക്കുമ്പോൾ ദർ ഇസ് എ റിസ്ക് ദാറ്റ് ദ റിസീവബിൾസ് ആർ ഗോയിങ് ടു ബി ഓവർ സ്റ്റേറ്റഡ് എന്ന ആൻസർ ഇവിടെ വരും അല്ലേ? പ്രൊവിഷൻ ഇട്ട് കളയേണ്ട ആൾക്കാരെ പ്രൊവിഷൻ ഇട്ട് കളയാതിരുന്നു കഴിഞ്ഞാൽ. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ അസേഷൻസിൻ്റെ ഒക്കെ ഒരു നോട്ട് ഞാൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അസേഷൻസിൻ്റെ നോട്ടിൽ സിമിലർ ആയിട്ടുള്ള കേസസും സിനാരിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ്, ഇൻ റിലേഷൻ ടു ദ പെൻഡിങ് ടാക്സ് ലിറ്റിഗേഷൻ and the legal opinion obtained by the management, which of the following is most appropriate under SA 501? മറ്റേ ലിറ്റിഗേഷനുള്ള സിറ്റുവേഷൻസിൽ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് SA 501 പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ആൻസർ എന്താണ്? യു ക്യാൻ മീറ്റ് ദ ലീഗൽ കൗൺസിൽ ഡയറക്ട്ലി വിത്തൗട്ട് ഇൻവോൾവിംഗ് മാനേജ്മെൻറ്റ് പറ്റത്തില്ല. സെൻഡ് എ ഡയറക്റ്റ് എൻക്വയറി ലെറ്റർ ഇൻഡിപെൻഡൻ്റ്ലി ടു ദ എക്സ്റ്റേണൽ നോ. മീറ്റ് ദി എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ ആഫ്റ്റർ ഒബ്റ്റൈനിങ് ദ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻ ലെറ്റർ. Send a letter of inquiry to the external legal counsel with the management's permission. Better answer is here is D. We can send a letter of inquiry. Letter of general inquiry ഉണ്ട്, letter of specific inquiry ഉണ്ട്. ആ ഒരു വാക്കാണ് ഇവിടെ വേണ്ടത്. ലെറ്റർ ഓഫ് എൻക്വയറി സെൻഡ് ചെയ്ത് നോക്കാം. നമുക്ക് ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റർ ഓഫ് എൻക്വയറി കൊടുക്കാം. ഇൻ കേസ് മാറ്റർ ഒരുപാട് കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മാനേജ്മെൻറ്റും ലീഗൽ കൗൺസിലും പറയുന്ന ഉത്തരങ്ങൾ തമ്മിൽ ഡിസഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നേരിട്ടിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഹിയർ എന്താണ്? ലീഗൽ കൗൺസിലിൻ്റെ അടുത്ത് മാനേജ്മെൻറ്റ് പെർമിഷൻ മേടിച്ചിട്ട് ലെറ്റർ ഓഫ് എൻക്വയറി അയച്ചു കൊടുക്കാം. ദാറ്റ് ഇസ് ദി ആൻസർ. SA 501 ഡയറക്റ്റ് ആൻസർ ആണ്. Which of the following is the most significant deficiency in the audit procedure performed on purchase or import of raw materials? ആ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? കട്ട് ഓഫ് പ്രൊസീജിയേഴ്സ് പ്രോപ്പറായിട്ട് പാലിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിരുന്നില്ല അവർ. ആ കഥയിൽ റോ മെറ്റീരിയലിൽ എന്തോ ഒരു ഇഷ്യൂ കണ്ടിരുന്നല്ലോ. നോക്കിയേ, you perform analytical procedures and verify the inward gate entry records, etc. No additional procedures were designed to specifically address the risk of incorrect cut-off. What is the risk identified? ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള റിസ്ക് കട്ട് ഓഫ് അസേഷൻ എഫക്റ്റ് ആയിട്ടുണ്ട്. അവർ പീരിയോഡിസിറ്റി പാലിച്ചിട്ടില്ല എന്നൊരു ഇതാണ് ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. സോ അത് തന്നെയാണ് ഡയറക്റ്റ് ചോദിച്ചേക്കുന്നത്. ഈ വാട്ട് ഈസ് ദ ഡെഫിഷ്യൻസി, എന്ത് റിസ്ക് ആണ്, എന്ത് പ്രശ്നമാണ് റോ മെറ്റീരിയൽസ് കണ്ടേക്കുന്നത്? There is inadequate audit procedure around year-end transaction resulting in കട്ട് ഓഫ് റിസ്ക്. സ്ട്രേറ്റ് അവേ ആ സെൻറ്റൻസ് അതേപോലെ ഓപ്ഷനായിട്ട് വന്നേക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ഒക്കെ എക്സസീവ് റിലയൻസ് ഓഫ് TOD ഇൻസ്റ്റെഡ് ഓഫ് AP, ഫെയിലിയർ ടു പെർഫോം AP. അല്ല, അനലിറ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ കട്ട് ഓഫ് പാലിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഡയറക്റ്റ് ആൻസർ ആയിട്ട് ഇത് വരും. സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്, കൺസിഡറിങ് ദ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്
during the year. Which of the following best evaluates Arjun's decision regarding the engagement term? SC210 എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള എൻഗേജ്മെൻറ്റ് റിവൈസ് ചെയ്യാമെന്ന ചില സിറ്റുവേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ പറയുന്ന ചേഞ്ച് ഇൻ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, ചേഞ്ച് ഇൻ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, ചേഞ്ച് ഇൻ ദ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ്, ഇതെല്ലാം റിവിഷൻ ആവശ്യപ്പെടും. സോ no revision was necessary അല്ല, revision was necessary due to significant changes. This is the answer. Revision of engagement becomes necessary only if the management formally request അല്ല, no revision was required അല്ല. So it's option B definitely. Simple സാധനം. ഓക്കെ ആണോ? ഇനി ഒറ്റ കേസ് സ്റ്റഡി ഉള്ളൂ. ആ കേസ് സ്റ്റഡിയിലത്തെ 1 to 5 ക്വസ്റ്റൻസ് കഴിഞ്ഞു. ഇനി ജനറൽ MCQs. LR and Co Chartered Accountants are conducting the statutory audit of Beta Exports. Within the audit, engagement team is verifying the borrowing of the company. It is observed that the company has obtained loan in foreign currency. While checking the year-end balance, audit verifies the closing rate and recalculates the loan amount. Recalculation of ലോൺ എമൗണ്ട് ചെയ്യുവാണ്. അതായത് ആ ഫോറക്സ് ട്രാൻസാക്ഷനെ ഇന്ത്യൻ റുപ്പിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വിച്ച് അസേർഷൻ ഈസ് ട്രൈങ് ടു കൺഫേം. നമ്മൾ ഒരുപാട് തവണ നമ്മുടെ അസേർഷൻസിന് ഇലിസ്ട്രേഷനിൽ ഈ ക്വസ്റ്റ്യൻ ഇലിസ്ട്രേഷനിൽ വന്നിട്ടുണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലും ഈ സംഭവം വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വാല്യുവേഷൻ. ഈ റീകാൽക്കുലേഷൻ ഓഫ് ഫോറിൻ കറൻസി, കൺവേർഷൻ ചെക്ക് ചെയ്യുന്നതൊക്കെ റീകാൽക്കുലേഷൻ എന്നുള്ള എലമെൻറ്റിൽ വരും. അഥവാ വാല്യുവേഷൻ അസേർഷനാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. An auditor wants to ensure that he has complete knowledge of all the locations where the inventories are stored. Since all such storage locations are stated to be taken on rent, the auditor seeks independent source of audit evidence to verify whether all inventory storage locations has been disclosed. Okay, അപ്പോൾ ഈ ഇൻവെൻട്രി ലൊക്കേഷൻസ് എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൽ നിന്നും, അഥവാ ഔട്ട്സൈഡ് എക്സ്റ്റേണൽ പേഴ്സണിൽ നിന്നും എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം എന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് റെലവൻറ്റ് ഓഡിറ്റ് പ്രൊസീജിയർ ഇൻ ദിസ് റിഗാർഡ്? ഓക്കെ, സോ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എവിഡൻസ് കിട്ടാനായിട്ട് ഇതിലേത് സ്ഥലത്തു നിന്നാണ് നോക്കേണ്ടത്? ഈ ABCD എന്നുള്ള ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻസ് നിന്നാണ് ഒരു എക്സ്റ്റേണൽ എവിഡൻസ് കിട്ടുക? ഇൻസ്പെക്ടിംഗ് ദ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ GST പോർട്ടൽ, വിസിറ്റിംഗ് ദ ലൊക്കേഷൻസ് സ്റ്റേറ്റഡ് ഇൻ ദ റെൻറ്റ് അഗ്രിമെൻറ്റ്, വെരിഫൈങ് ദ കോപ്പീസ് ഓഫ് റെൻറ്റ് അഗ്രിമെൻറ്റ്, ഇൻസ്പെക്ടിംഗ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. ഓക്കെ, ഇതിലിപ്പോൾ ഇത് ബേസിക് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിറ്റ് എവിഡൻസ് എക്സ്റ്റേണലും ആകാം ഇൻറ്റേർണലും ആകാം എന്ന് പഠിച്ചിട്ടില്ലേ? ബേസ്ഡ് ഓൺ സോഴ്സ് എക്സ്റ്റേണൽ ആകാം ഇൻറ്റേർണൽ ആകാം, ബേസ്ഡ് ഓൺ നേച്ചർ അത് വിഷ്വൽ ആകാം, ഓറൽ ആകാം, റിട്ടേൺ ആകാം, ബേസ്ഡ് ഓൺ ക്യാരക്ടർ അത് ഫിനാൻഷ്യൽ ആകാം, നോൺ ഫിനാൻഷ്യൽ ആകാം. സോ ഇവിടെ ബേസിക്കലി ആ ബേസ്ഡ് ഓൺ സോഴ്സ് എക്സ്റ്റേണൽ സോഴ്സ് എന്നുള്ള ഓഡിറ്റ് എവിഡൻസ് ഇതിൽ ഏതാണ്? ഈ ABCD എന്നുള്ള 4 ഓപ്ഷൻസിൽ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഏതാണ് എന്നാണ് ചോദ്യം. റെൻ്റ് അഗ്രിമെൻറ്റ്സ്, കമ്പനി തരുന്ന റെൻ്റ് അഗ്രിമെൻറ്റും അവരുടെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റും റെൻ്റ് അഗ്രിമെൻറ്റ് കോപ്പി എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ആൻ ഇൻറ്റേർണൽ സോഴ്സ്. അപ്പോൾ BM CM DM ഇൻറ്റേർണൽ ആണെങ്കിൽ തന്നെ A എന്നത് എന്തായിരിക്കും? എക്സ്റ്റേണൽ ആയിരിക്കും. കാരണം GST പോർട്ടലിൽ വരുന്ന ഡൗൺലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എവിഡൻസ്. സോ ആ ഒരു ലോജിക്കിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ വേറൊരു ഇതിൽ ചിന്തിക്കാം, നമുക്ക് ക്ലയൻറ്റിൻ്റെ ഇൻവെൻട്രി എവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്, അവരുടെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയൊക്കെയാണ് എന്ന കൺഫർമേഷനാണ് വേണ്ടത്. ഈ റെൻ്റ് അഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്ന സംഭവം ക്ലയൻറ്റ് തന്നെ നിനക്ക് തരുന്നത്, ക്ലയൻറ്റ് എൻ്റർ ചെയ്തിട്ടുള്ള റെൻ്റ് അഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി എന്ന് പറയുമ്പോൾ അത് ഫോൾസിഫൈഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലല്ലേ. പിന്നെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ് നോക്കിയെന്ന് വെച്ചിട്ട് ഇവരുടെ ഈ പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള അവരുടെ മെയിൻ ഹെഡ് ഓഫീസ് ലൊക്കേഷൻസ് ഉണ്ടാകത്തുള്ളൂ. പിന്നീട് ആഡ് ആയിട്ടുള്ള ഇൻവെൻട്രി ലൊക്കേഷൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഉണ്ടാകത്തില്ല. പക്ഷേ ഈ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പോയി കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് ബിസിനസ്സും അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്സും കാണാനും വേണ്ടി പറ്റും. സോ ആ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് ഉത്തരം വിലയിരുത്തിയിട്ട് A ആണെന്ന് പറയാം. അല്ലെങ്കിൽ അത്രയൊന്നും വളച്ച് ചിന്തിക്കാതെ BM CM DM എല്ലാം ഇൻറ്റേർണൽ സോഴ്സിൻ്റെ നേച്ചറാണ്, A ഇസ് എക്സ്റ്റേണൽ എന്ന രീതിയിലും നമുക്ക് എൻ്റെ ആൻസർ A ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While evaluating the reliability of audit evidence, the team identifies the following documents: delivery challans prepared by the company evidencing dispatch of goods to a job worker. Company delivery channels prepare ചെയ്തിട്ടുണ്ട്. Shipping bills downloaded from the customs portal. Bank statements downloaded from the bank's official portal. Supplier quotations received and stored in the company's official email box. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് റിപ്പീറ്റ് നേച്ചറിലത്തെ ക്വസ്റ്റ്യൻ ആണ്. Which of the following statement is most appropriate regarding the nature of audit evidence in the above case? Discussion arises among the audit team regarding the classification of documents. ഓക്കെ, ഇവിടെയും നമുക്ക് എന്താ ഈ 1 2 3 4 കാണുന്ന കാര്യങ്ങളെ എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കുമ്പോൾ 1 2 3 4 ആർ എക്സ്റ്റേണൽ, 2 and 3 ആർ എക്സ്റ്റേണൽ, എല്ലാം എക്സ്റ്റേണൽ. അപ്പോൾ ഇതിൽ ഏതാണ് എക്സ്റ്റേണൽ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈ 4 ഏതാ എക്സ്റ്റേണൽ? കമ്പനി കൊടുക്കുന്ന ഡെലിവറി ചലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കമ്പനി ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഡിസ്പാച്ച് ചെയ്തു ഡെലിവർ ആയി എന്ന് പറഞ്ഞിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡെലിവറി ചാനൽസ് പ്രിപ്പയർഡ് ബൈ ദ കമ്പനി ഇസ് ഡെഫിനറ്റ്ലി ഇൻറ്റേർണൽ സോഴ്സ്. ഷിപ്പിംഗ് ബിൽസ് ഡൗൺലോഡ് ഫ്രം ദ കസ്റ്റംസ് പോർട്ടൽ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബൈ ദ ബാങ്ക്, സപ്ലയർ കൊട്ടേഷൻ ഗിവൺ ബൈ ദ സപ്ലയേഴ്സ്. 2 and 3 and 4 എല്ലാം ഒബ്വിയസ്ലി എന്താണ്? ഔട്ട്സൈഡ് ദ സോഴ്സ് ഓഫ് ബിസിനസ് വരുന്നതാണ്. സോ ഓപ്ഷൻ D ഇസ് ദി ആൻസർ. അപ്പോൾ ഈ
സോഴ്സ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ബേസ്ഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതൊരു നല്ല എക്സാമിന് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. റീസെൻ്റ്ലി ആയിട്ടുള്ള 1-2 അറ്റംപ്റ്റുകളിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഈ ഓഡിറ്റ് എവിഡൻസ് കാണിച്ചിട്ട് ഇതിൽ ഏതാണ് വിച്ച് ആം ഐ തിങ്ക് September 24 Jan 25 ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, Jan 25 ഇല്ല, ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ September 24. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സോഴ്സ് ഓഫ് ഓഡിറ്റ് എവിഡൻസിനെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ ഇത്തവണത്തെ MCQs വന്നേക്കുന്നത്. ഇനി നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിലോട്ട് വരുമ്പോൾ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ 9th ക്വസ്റ്റ്യൻസ് ഫ്രം ഫസ്റ്റ് ചാപ്റ്റർ. ഡിസ്ക്രിപ്റ്റീവ് എല്ലാം ചാപ്റ്റർ വൈസ് ഉള്ള പോയേക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രോ ടോപ്പിക്സും പിന്നെ essay 200 ഒക്കെയാണ് വരുന്നത്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് അഷുറൻസ് എൻഗേജ്മെൻറ്റ്. എന്താണ് അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് വെച്ചാൽ, അഷുറൻസ് എൻഗേജ്മെൻറ്റ് ഈസ് ബേസിക്കലി എൻ എൻഗേജ്മെൻറ്റ് ഇൻ വിച്ച് എന്തൊക്കെയാണ് 3 പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. 1 പാർട്ടി ദ പ്രാക്ടീഷണർ ഈസ് പെർഫോമിംഗ് ഇവാലുവേഷൻ ബേസ്ഡ് ഓൺ എ ക്രൈറ്റീരിയ അപ്പോൺ ദ സബ്ജക്ട് മാറ്റർ പ്രിപ്പയർഡ് ബൈ ദ റെസ്പോൺസിബിൾ പാർട്ടി so that after obtaining sufficient appropriate evidence, report carrying assurance can be issued to the intended user other than the responsible party who is different from the responsible party അല്ലേ. സോ എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് അഷുറൻസ് എൻഗേജ്മെൻറ്റ്. നമ്മളത് നിങ്ങളുടെ ലെക്ചർ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു നോട്ടൊക്കെ ഇതിന് തന്നിട്ടുണ്ടാവും. നോട്ട് നമ്പർ 9, 10 or 11 ആ ഒരു റേഞ്ചിൽ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഡിപ്പെൻഡ്സ് അപ്പോൺ വേർ യു ഹാവ് അറ്റൻഡഡ് മൈ ക്ലാസ്, ആ ഒരു റേഞ്ചിൽ കാണാൻ പറ്റും നോട്ട്സിൽ ഈ അഷുറൻസ് എൻഗേജ്മെൻറ്റ് തിയറി. കൺസിഡറിംഗ് ദ മീനിങ് ഓഫ് അഷുറൻസ് എൻഗേജ്മെൻറ്റ്, ഐഡൻറ്റിഫൈ ഹൂ ഇസ് ദ പ്രാക്ടീഷണർ, റെസ്പോൺസിബിൾ പാർട്ടി ആൻഡ് ഇൻറ്റൻഡ് യൂസർ. ഈ ക്വസ്റ്റ്യനിലത്തെ പ്രാക്ടീഷണർ ആരാണ്? ABC എ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ ഇവരാണ് ആര്? നമ്മുടെ റെസ്പോൺസിബിൾ പാർട്ടി. ഹാസ് എൻഗേജ്ഡ് CST and Co. ഈ CST and Co എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രാക്ടീഷണർ. ടു ഓഡിറ്റ് ദ FS ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 31 March 2026. ഇതാണ് നമ്മളുടെ സബ്ജക്ട് മാറ്റർ. FS has been prepared by the management in accordance with the AFRF. During the audit evaluates the financial statements using prescribed accounting principles and auditing standards, gathers sufficient audit evidence and expresses its opinion. So yes, what is the meaning of assurance engagement? Simple. Practitioner, responsible party, intended user ആരാ? Intended users എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആർക്കാണോ ഓഡിറ്റ് റിപ്പോർട്ട് പോകുന്നത്, ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവരാണ് നമ്മുടെ ഇൻറ്റൻഡഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്കസ് ദി എലമെൻറ്റ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെൻറ്റ്, അതായത് 3 പാർട്ടി റിലേഷൻഷിപ്പ്, സബ്ജക്ട് മാറ്റർ, ഇൻറ്റൻഡഡ് യൂസർ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലേ. ദ 3 പാർട്ടി റിലേഷൻഷിപ്പ് മസ്റ്റ് ബി ദെയർ, സബ്ജക്ട് മാറ്റർ, സൂട്ടബിൾ ക്രൈറ്റീരിയ, സഫീഷ്യൻ്റ് എവിഡൻസ് വേണം, ഒരു റിട്ടേൺ റിപ്പോർട്ട് കൊടുക്കണം. ഇതൊക്കെ ഡയറക്റ്റ് തിയറിയാണ്. നമ്മുടെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയലിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ തിയറി എടുത്ത് നോക്കുമ്പോൾ എലമെൻറ്റ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെൻറ്റ്, 3 പാർട്ടി റിലേഷൻഷിപ്പ്, അപ്രോപ്രിയേറ്റ് സബ്ജക്ട് മാറ്റർ, പിന്നെ നമ്മുടെ സൂട്ടബിൾ ക്രൈറ്റീരിയ, സഫീഷ്യൻ്റ് എവിഡൻസ്, സെയിം തിങ് അത് തന്നെ അതേപോലെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാൻ ബേസ്ഡ് ആയിട്ട് essay 300 ചാപ്റ്റർ നമ്പർ 2. അതിലത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കട്ടെ. വിത്ത് റെഫറൻസ് ടു essay 300. ഇവിടെ ഒന്നും ഞാൻ ചുമ്മാ കഥ വായിച്ച സമയം കളയുന്നില്ല, ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കഥ വായിക്കാം. വിത്ത് റെഫറൻസ് ടു essay 300, പ്ലാനിംഗ് ആൻഡ് ഓഡിറ്റ് ഓഫ് FS, എക്സ്പ്ലെയിൻ ദി ഓഡിറ്റേഴ്സ് ഡോക്യുമെൻറ്റേഷൻ റിക്വയർമെൻറ്റ്സ് റിലേറ്റിംഗ് ടു സ്ട്രാറ്റജി, പ്ലാൻ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദി ഓഡിറ്റ്. അതായത് നമ്മുടെ essay 300 പറയുന്ന ഓഡിറ്റ് സ്ട്രാറ്റജി പ്ലാനിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റേഷൻ ആസ്പെക്റ്റിനെ പറ്റിയിട്ട് പറയുന്ന സംഭവം അതെവിടെ കാണാൻ വേണ്ടി പറ്റുക. essay 300 എടുക്കുക. 300 നമ്മുടെ സ്ട്രാറ്റജിയും പ്ലാനും ടോപ്പിക്കിന് ശേഷം ഈ സ്ട്രാറ്റജിയുടെയും പ്ലാനിൻ്റെയും ഡോക്യുമെൻറ്റേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൽ കാണിക്കുന്നുള്ളൂ കൃത്യമായിട്ട് വി ഷാൽ ഡോക്യുമെൻറ്റ് എന്തായിരുന്നു നമ്മുടെ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, എന്തായിരുന്നു നമ്മുടെ പ്ലാൻ, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ സ്ട്രാറ്റജിയും പ്ലാനും വരുത്തിയേക്കുന്നത്, റീസൺ ഫോർ സച്ച് ഡോക്യുമെൻറ്റ് ചെയ്യണം. സ്ട്രാറ്റജി ഡോക്യുമെൻറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താ? സ്ട്രാറ്റജി ഡോക്യുമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ it will help to understand what were the main ingredients or components of making the plan. കാരണം സ്ട്രാറ്റജിയിൽ നിന്നാണല്ലോ പ്ലാൻ ഉണ്ടാക്കുന്നത്. ഡോക്യുമെന്റേഷൻ ഓഫ് ദ സ്ട്രാറ്റജി ഈസ് എ റെക്കോർഡ് ഓഫ് ദ ഡിസിഷൻസ് കൺസിഡർഡ് ടു പ്രോപ്പർലി പ്ലാൻ ദി ഓഡിറ്റ്. ഹൗ ഡിഡ് യു പ്ലാൻ എന്നത് സ്ട്രാറ്റജി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഡോക്യുമെന്റേഷൻ സ്ട്രാറ്റജി വിൽ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വർ ദ കീ കൺസിഡറേഷൻസ് ഇൻ മേക്കിംഗ് ദ ഓഡിറ്റ് പ്ലാൻ. ഡോക്യുമെൻറ്റേഷൻ ഓഫ് പ്ലാൻ ഡോക്യുമെൻ്റ് ചെയ്താൽ എന്താ ഗുണം? പ്ലാൻ പ്രകാരമാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യുക അല്ലേ. നമ്മൾ മറ്റേ ട്രിപ്പിൻ്റെ ഭാഷയിലൊക്കെ പറയാറുണ്ട്, ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യം, റെഡിയാവാൻ വേണ്ടി ചെയ്യുന്ന കാര്യം സ്ട്രാറ്റജി, ട്രിപ്പ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് എല്ലാം പ്ലാനിലാണ്. സോ ഡോക്യുമെൻറ്റേഷൻ ഓഫ് പ്ലാൻ വിൽ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വെർ ദ RAPs and FAPs etc. and also it serves as a record of proper planning of the audit procedure to facilitate this review and approval prior to their performance. അപ്പോൾ ഈ ഓഡിറ്റ് പ്ലാൻ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ RAPs ഉം FAPs ഉം എന്ന് മാത്രമല്ല ഈ പ്ലാനിൻ്റെ ഒക്കെ പ്രോപ്പറായിട്ടുള്ള റിവ്യൂ
നമ്മളുടെ ഈ DSR ഡയറക്ഷൻ സൂപ്പർവിഷൻ റിവ്യൂ ഓഫ് ദി എൻഗേജ്മെൻറ്റ് ടീമൊക്കെ ചെയ്യാനും ഈ പ്ലാനിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സഹായിക്കും. അതായത് പ്ലാൻ പ്രകാരം തന്നെയാണോ ആക്ച്വലി ആക്ടിവിറ്റീസ് സംഭവിക്കുന്നത് എന്നൊക്കെ എൻഗേജ്മെൻറ്റ് പാർട്ണറിന് ഈ എൻഗേജ്മെൻറ്റ് ടീമിനെ വർക്ക് റിവ്യൂ ചെയ്യുന്ന നേരത്തൊക്കെ പ്ലാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഡോക്യുമെൻറ്റഡ് പ്ലാൻ ബേസ്ഡ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത് ചെക്ക് ചെയ്യാമല്ലോ. ആൻഡ് ഓൾസോ റെക്കോർഡ് ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ സ്ട്രാറ്റജി എന്തുകൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നു, പ്ലാൻ എന്തുകൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നു, അതിലത്തെ ചേഞ്ചസ് എന്തുകൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഡോക്യുമെൻ്റ് റെക്കോർഡ് ഓഫ് ദ ചേഞ്ചസ് ടു സ്ട്രാറ്റജി ആൻഡ് പ്ലാൻ എക്സ്പ്ലെയിൻസ് വൈ ദ ഡിഫറെൻറ്റ് ചേഞ്ചസ് വെർ മെയ്ഡ്, വാട്ട് വാസ് ദ റെസ്പോൺസ് മെയ്ഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻസ് ആൻഡ് ഫൈനലി എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പോർഷൻ ഇതാണ് എഴുതേണ്ടത്. RTPയിൽ അവർ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിക്ക് വിത്ത് ദിസ് ആൻസർ. നമ്മുടെ മെറ്റീരിയൽ പോകുന്ന പോലെ തന്നെ കാര്യങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ internal control based question ആണ്. PQR and Co chartered accountants are the statutory auditors of LMN Limited. During the audit for the financial year ended 31st March, the auditor considers relying on the audit evidence obtained in the previous audits regarding the effectiveness of certain internal controls. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും TOC ചെയ്യണോ അതോ പ്രീവിയസ് ഇയറിൽ ഓൾറെഡി ഇൻറ്റേർണൽ കൺട്രോൾസ് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സ് നമുക്ക് ഈ വർഷം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊരു ടോപ്പിക്ക്. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ പേജ് എടുക്കുക. ഇൻറ്റേർണൽ കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ കൺട്രോൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ അകത്ത് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്രീവിയസ് ഇയേഴ്സ് യൂസ് ചെയ്തതിനെ പറ്റിയിട്ട് we have a topic. Oh, I think it is not in internal control. My mistake. It is coming in essay 330. ഇത് essay 330 question ആണ്. essay 330 ആണ് നോക്കേണ്ടത്. സോറി, നമ്മുടെ മെറ്റീരിയലിൽ essay 330 എടുക്കുക. essay 330യിൽ you can see this exact heading. I will show you. Yes, here we have it. Using audit evidence obtained from previous audits. നമുക്ക് പ്രീവിയസ് ഇയറിലത്തെ ഫൈൻഡിങ്സ് ഇൻറ്റേർണൽ കൺട്രോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷം റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫൈൻഡിങ്സ് ഈ വർഷം എടുക്കാൻ പറ്റുമോ, റിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഷുഡ് വി അഗെയിൻ ടെസ്റ്റ് ദ കൺട്രോൾസ് ദിസ് ഇയർ അഗെയിൻ ഇൻ ഡിറ്റർമിനിങ് വെദർ ഇറ്റ് ഇസ് അപ്രോപ്രിയേറ്റ് ടു യൂസ് ഓഡിറ്റ് എവിഡൻസ് അബൌട്ട് ദി എഫക്റ്റീവ്നെസ് ഓഫ് കൺട്രോൾസ് ഒബ്റ്റെയിൻ ഫ്രം പ്രീവിയസ് ഓഡിറ്റ്. നമ്മൾ എന്തൊക്കെയാണ് നോക്കുക? ഈ ഓഡിറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇല്ലേ, കൺട്രോൾ എൻവയൺമെൻറ്റ്, റിസ്ക് അസസ്മെൻറ്റ്, മോണിറ്ററിങ്, ഇങ്ങനത്തെ മറ്റ് എലമെൻറ്റ്സിൻ്റെ എഫക്റ്റീവ്നെസ് എത്രമാത്രമാണ്, ഈ ജനറൽ ഐ ടി കൺട്രോൾസ്, ബാക്ക് ആൻഡ് കൺട്രോൾസ് എത്രമാത്രം എഫക്റ്റീവായിട്ട് നിൽക്കുന്നു, കഴിഞ്ഞ വർഷം ചേഞ്ച് ചെയ്യേണ്ടിയിരുന്ന ഏതെങ്കിലും കൺട്രോൾ ചേഞ്ച് ചെയ്യാതിരുന്ന ഇരിപ്പുണ്ടോ, റീസെൻ്റ്ലി ഏതെങ്കിലും കൺട്രോൾ ഈ വർഷം ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ചേഞ്ചിന് ശേഷം അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് അല്ലേ. ഇഫക്റ്റീവ്നെസ് ഓഫ് അതർ എലമെൻറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ, റിസ്ക് ഐസിങ് ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രോൾസ് സച്ച് ആസ് മാനുവൽ ഓർ ഓട്ടോമാറ്റിക് കൺട്രോൾസ് ആണെങ്കിൽ എല്ലാ വർഷം ചെക്ക് ചെയ്യേണ്ടി വരും. ഇഫക്റ്റീവ്നെസ് ഓഫ് ജനറൽ ഐ ടി കൺട്രോൾസ്, ലെസ് ഇഫക്റ്റീവ് ദ ജനറൽ ഐ ടി കൺട്രോൾ എവറി ഇയർ നീ ചെക്ക് ചെയ്യേണ്ടി വരും, ആൻഡ് വൈസ് വേഴ്സ. ഇഫക്റ്റീവ്നെസ് ഓഫ് ദ കൺട്രോൾ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ബൈ ദി NITI ഇൻക്ലൂഡിംഗ് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഡീവിയേഷൻസ് ഐഡന്റിഫൈഡ് ഇൻ ദ പ്രീവിയസ് ഇയറിലെ കൺട്രോൾ ഡീവിയേഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വർഷം വീണ്ടും ഇന്റേണൽ കൺട്രോൾസ് ചെക്ക് ചെയ്യണം, ആ കൺട്രോൾ ഡീവിയേഷൻസ് സോൾവ് ആയിട്ടെന്ന് അറിയാനായിട്ട്. കഴിഞ്ഞ വർഷം ഏതെങ്കിലും കൺട്രോൾ ചേഞ്ച് ആവാതിരിപ്പുണ്ട്, ലാക്ക് ഓഫ് ദി ചേഞ്ച് വാസ് ദെയർ ഇൻ എ സഡൻ കൺട്രോൾ, എങ്കിൽ ഈ വർഷം വീണ്ടും ചെക്ക് ചെയ്യണം, എന്തിനാ ചേഞ്ച് ആയിട്ടുണ്ടോ ഈ വർഷം എന്ന് അറിയാനായിട്ട്. പിന്നെ ROMM ആൻഡ് ദി എക്സ്റ്റെന്റ് ഓഫ് റിലയൻസ് ഓൺ കൺട്രോൾ, ഈ ഒരു സംഭവമാണ്, എത്രമാത്രം കൺട്രോൾ റിസ്ക് ഉണ്ട്, ROMM ഉണ്ട്. ദീസ് ആർ ഓൾ ഫാക്ടേഴ്സ്. അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഓഡിറ്റ് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഹൗ ദി അസസ്മെൻറ്റ് ഓഫ് ROMM ഇൻഫ്ലുവൻസസ് ദ സാമ്പിൾ സൈസ് ഫോർ TOD. ഓക്കെ, ഇത് ഒന്ന് നോക്കി വെച്ചോ ഈ ക്വസ്റ്റ്യൻ. അത് ഇതേ സെയിം ക്വസ്റ്റ്യൻ വരുന്നല്ല, പക്ഷേ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പിളിൻ്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ടേക്കിംഗ് എ സാമ്പിൾ ഇൻ പെർഫോമിംഗ് TOC ചെയ്യുന്ന സമയത്ത് സാമ്പിൾ എടുക്കുമ്പോൾ ആ സാമ്പിൾ സൈസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് May 26 എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഇപ്പോൾ നമ്മുടെ September 26 RTPയിൽ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ എടുക്കുമ്പോൾ അതിലത്തെ ഒരു ഫാക്ടറായിട്ടുള്ള ROMM പറ്റി ചോദിക്കുന്നു. സോ യെസ്, ഇപ്പോൾ സാമ്പിളിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ സെപ്റ്റംബർ അറ്റംപ്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം കുറച്ച് അധികം അറ്റംപ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു പ്രീവിയസ് അറ്റംപ്റ്റിൽ ക്വസ്റ്റ്യൻ വന്നു. പ്രീവിയസ് അറ്റംപ്റ്റിൽ ആക്ച്വലി സാമ്പിളിങ്ങിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇൻ ദ May 26 അറ്റംപ്റ്റ് 7 മാർക്സ് അടുപ്പിച്ച് ഈ essay എന്ന് വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഒരു ഡിസ്ക്രിപ്റ്റീവ് വന്നിട്ടുണ്ട്, ഒരു MCQ വന്നിട്ടുണ്ട്. 7 to 9 മാർക്സ്, ഐ തിങ്ക് 2 MCQs ആൻഡ് 1 ഡിസ്ക്രിപ്റ്റീവ്, അങ്ങനെ ആ ലെവലിലാണ് essay 530 ചോദിച്ചേക്കുന്നത്. കാരണം എന്താ അറിയോ, 2024-ലെയും 2025-ലെയും അറ്റംപ്റ്റുകളിൽ essay 530 എന്നുള്ള റെപ്രസെൻറ്റേഷൻ ഭയങ്കര കുറവായിരുന്നു. essay 530 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ വളരെ കുറച്ച് മാർക്കിനൊക്കെ 2025-ലൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സാമ്പിളിംഗ് ഒന്നും അധികം ചോദിക്കുന്ന ട്രെൻഡ് കാണുന്നില്ലെന്ന്. ആ ക്ഷീണം അവരങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അറ്റംപ്റ്റോട് കൂടിയിട്ട്. May 26 അറ്റംപ്റ്റിൽ ചന്നം പിന്നെ ഒരുപാട് എന്ത് ചോദിച്ചിട്ടുണ്ട്, ഈ പറയുന്ന essay 530 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് they are showing what indications of they will continue the trend in this
സെപ്റ്റംബർ അറ്റംപ്റ്റ് ഓൾസോ. SA530 നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ നമ്മുടെ ഈ അറ്റംപ്റ്റിനും. അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ TUV ആൻഡ് കോ ചാർട്ട് അക്കൗണ്ടൻസ് ആർ അപ്പോയിൻറ്റഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ഓഫ് DEF ലിമിറ്റഡ്. ഡ്യൂറിംഗ് ദി ഓഡിറ്റ് ഓഫ് ട്രേഡ് റിസീവബിൾസ് ദ ഓഡിറ്റർ അസസസ് എ ഹൈ ROM. അപ്പോൾ ട്രേഡ് റിസീവബിൾസിൽ ഒരുപാട് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു വീക്ക് ഇൻറ്റേർണൽ കൺട്രോൾസ് ഓഡിറ്റർ പെർസീവ് ചെയ്തു. സോ ഇൻറ്റേർണൽ കൺട്രോൾസ് വീക്ക് ആയതുകൊണ്ട് എന്ത് കൂടും? കൺട്രോൾ റിസ്ക് കൂടും. കൺട്രോൾ റിസ്ക് കൂടുമ്പോൾ ഓവറോൾ ആയിട്ടുള്ള ROMM ഓൾസോ ഇൻക്രീസസ്. ROMM കൂടുകയാണെങ്കിൽ നമ്മുടെ ഒബ്വിയസ്ലി ഇൻറ്റേർണൽ കൺട്രോൾസ് വീക്ക്നെസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ TOD ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ TOD ചെയ്യാൻ നേരത്തെ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സാമ്പിളിൻ്റെ സൈസ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടി വരും, അല്ലേ? വി ഹാവ് ടു പെർഫോം മോർ TOD. സോ ഇഫ് യു ആർ ടേക്കിംഗ് എ സാമ്പിൾ വി ഹാവ് ടു ടേക്ക് എ ലാർജർ സാമ്പിൾ. So that is the impact. What is the explain how the assessment of ROMM will influence the sample size? Higher the auditor's assessment of ROMM, larger the sample size need to be. അസസ്മെൻറ്റ് ഓഫ് ROMM ഈസ് എഫക്റ്റഡ് ബൈ ഇൻഹെറൻറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്. ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ കൺട്രോൾസ് വീക്ക് ആണെന്ന് കാണുന്നുണ്ട്. സോ എന്ത് സംഭവിക്കും? ഒരുപാട് കൺട്രോൾ റിസ്ക് ഉണ്ട്. അപ്പോൾ ROMM കൂടും. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ ഓഡിറ്റ് റിസ്ക് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റക്ഷൻ റിസ്ക് കുറയ്ക്കണം. ഡിറ്റക്ഷൻ റിസ്ക് കുറയ്ക്കണമെങ്കിൽ കൂടുതൽ പ്രൊസീജിയേഴ്സ് വേണം. കൂടുതൽ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ ലാർജ് സാമ്പിൾ എടുക്കണം. ആ ഒരു ആസ്പെക്റ്റാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ വി ക്യാൻ റെഡ്യൂസ് ഓഡിറ്റ് റിസ്ക് ബൈ റെഡ്യൂസിങ് ദ ഡിറ്റക്ഷൻ റിസ്ക്. ഫോർ ദിസ് മോർ ഓഡിറ്റ് എവിഡൻസ് നീഡ് ടു ബി ഒബ്റ്റെയിൻഡ്. സോ ലാർജർ സാമ്പിൾ സൈസ് വിൽ ബി നീഡഡ്. Thus we can say that increase in the sample size in case of increase in the auditor system of ROMM. See, like they're just writing the conclusion. So that is the logic. ഇവിടെ ഒരുപാട് കൺട്രോൾ റിസ്ക് ഉണ്ട്. കൺട്രോൾ റിസ്ക് കൂടുമ്പോൾ നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ROMMൻ്റെ അസസ്മെൻറ്റ് കൂടുകയാണ്. സോ ഇഫ് യു വാണ്ട് ടു റെഡ്യൂസ് ഓഡിറ്റ് റിസ്ക്, ROMM DRും കൂടി ഒത്തു വന്നാലാണ് ഓഡിറ്റ് റിസ്ക് സംഭവിക്കുക, അല്ലേ? ROMM ആൻഡ് DR രണ്ടും ഉണ്ടെങ്കിലേ ഓഡിറ്റ് റിസ്ക് ഉള്ളൂ. ബട്ട് അപ്പോൾ ഓഡിറ്റ് റിസ്ക് കുറയ്ക്കണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് കുറയ്ക്കണം. നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്ന DR മാത്രമാണ്. ബിക്കോസ് ROMM ഇസ് ഓൾവേസ് എൻ എൻറ്റിറ്റി സെറ്റ് റിസ്ക്. സോ DR കുറയ്ക്കുക. DR കുറയ്ക്കണമെങ്കിൽ പ്രൊസീജിയേഴ്സ് കൂട്ടുക. യു ടേക്ക് യുവർ ലെക്ചർ നോട്ട് നമ്പർ 21 സംതിങ്, അതിൽ കാണും. 21 ആണോ? അതിന് മുമ്പേ കാണും. നമ്മുടെ ഓഡിറ്റ് റിസ്കിൻ്റെ ഒരു നോട്ട്, ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ ഫുൾ ലോജിക്കൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ യെസ്, ഇവിടെ സാമ്പിൾ സൈസ് കൂട്ടും എന്നുള്ളതാണ് അടുത്ത ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 13th question is also I think from the same chapter. നമ്മുടെ ചാപ്റ്റർ 4 ഓഡിറ്റ് എവിഡൻസ് ചാപ്റ്റർ എന്നാണ് 12th 13th ക്വസ്റ്റ്യൻ വരുന്നത്. 13th ക്വസ്റ്റ്യൻ ഇതെന്താ ഫോക്സ് വാഗൺ ആണോ? VW & Co. ചാർട്ട് അക്കൗണ്ട്സ്. They are auditor of GHI Limited. The company has recognized significant amount of provisions relating to environmental restoration cost based on a report prepared by the environmental expert engaged by the management. So yes, management's expert in the work നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോവാം. മാനേജ്മെൻറ്റ്സ് എക്സ്പേർട്ടിൻ്റെ വർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് വിൽ എഫക്ട് ദ NTE ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വെൻ ഓഡിറ്റ് എവിഡൻസ് ഇസ് ബേസ്ഡ് ഓൺ ദ വർക്ക് ഓഫ് മാനേജ്മെൻറ്റ്സ് എക്സ്പേർട്ട്. SA500 നമ്മൾ പഠിക്കുന്ന സംഭവമാണ്. ഓഡിറ്റ് എവിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? ബേസ്ഡ് ഓൺ സോഴ്സ്, ബേസ്ഡ് ഓൺ നേച്ചർ, ബേസ്ഡ് ഓൺ ക്യാരക്ടർ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാഫിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എക്സ്പേർട്സിൽ നിന്നായിരിക്കും. മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാഫ് തരുന്ന ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുന്നതെങ്കിൽ അത് റിലയബിൾ ആണോ, സഫീഷ്യൻ്റ് ആൻഡ് പ്രിസൈസ് ആണോ, ആക്യുറേറ്റ് ആണോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. പക്ഷേ മാനേജ്മെൻറ്റ്സ് എക്സ്പേർട്ട് തരുന്ന ഇൻഫർമേഷൻ നമ്മൾ ഓഡിറ്റ് എവിഡൻസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നോക്കണം. ഈ എക്സ്പേർട്ടിൻ്റെ ഒപ്റ്റിൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ വർക്ക് യൂസ് ബൈ ദി എക്സ്പേർട്ട്, അയാളുടെ ഒബ്ജക്റ്റിവിറ്റിയും കോമ്പിറ്റൻസ് നോക്കണം. ഈസി സബ്ജക്ട് ടു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, അവർ എക്സ്പീരിയൻസ്, പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് ദ വർക്ക് ഓഫ് ദിസ് എക്സ്പേർട്ട്, ഹൗ മച്ച് റിസ്ക് ഇസ് ഇൻവോൾവ് ഇൻ ദിസ് മാറ്റർ, നമ്മുടെ നോളജ് ഇൻ ദാറ്റ് റെലവൻറ്റ് കാര്യം ഇൻ ദാറ്റ് സബ്ജക്ട്, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് സ്ട്രേറ്റ് ഫോർവേഡ് ഡയറക്റ്റ് തിയറിയാണ്. SA500 പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. SA500 ഒക്കെ ക്ലാസിക് എസ്സേസ് ആണ്, എപ്പോഴും ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ചോദ്യം ആണ്. നമ്മുടെ 14th ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് നമ്മുടെ ചാപ്റ്റർ 5 എന്നാണ്. ചാപ്റ്റർ 5 എന്നാണ് ദ ഇൻഫമസ് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്റർ, അല്ലേ? ഓഡിറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്താണ്, നമുക്ക് ഈ ഒന്നുകിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കമ്പനി ലോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അസറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. AS2, AS10, AS26 ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ആൻഡ് കമ്പനി ലോയിൽ നിന്നും സെക്ഷൻ 52, 53, May 26 ഈ സെക്ഷൻ 53, സെക്ഷൻ 54 ബേസ്ഡ് ആയിട്ട് സ്വെറ്റിഗുരി ഷെയർസ് ഒക്കെ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. 2024 2025 സെക്ഷൻ 52 അതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
ഇഷ്യൂ ഷെയർസിൻ്റെ പ്രീമിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ എഗെയിൻ ആ ടോപ്പിക്കിൽ നിന്നൊക്കെ വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ മെറ്റീരിയൽ ഞാൻ തന്നിട്ടുള്ള ലോ ആൻഡ് AS ടോപ്പിക്സ് പഠിക്കുക. പിന്നെ ഞാൻ പറയാറുണ്ട്, ഈ നമുക്ക് മൊത്തം 17 ഐറ്റംസാണ് ഉള്ളത്. ഈ 17 ഐറ്റത്തിൽ 13ഓളം ഐറ്റത്തിന് 12-13 ഐറ്റത്തിനാണ് അസേർഷൻസ് പഠിച്ച് വെക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, എക്സിസ്റ്റൻസ്, വാല്യുവേഷൻ, കംപ്ലീറ്റ്നെസ് എന്നുള്ള ഈ അസേർഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 4 പോയിൻ്റ് ആക്കേണ്ടത്. നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫാക്കൽറ്റി മെറ്റീരിയലിൽ നിങ്ങൾ ഈ 17 ഐറ്റത്തിൻ്റെയും ഈ ആവശ്യമായിട്ടുള്ള അസേർഷൻസ് 17 ഐറ്റത്തിനും ഫുൾ അസേർഷൻസ് വേണ്ട. അവസാനത്തെ 4 ഐറ്റത്തിന് എന്താണ്, ഡിസ്ക്ലോഷേഴ്സാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള തിയറിയാണ്. പിന്നെ ബാക്കി ആദ്യത്തെ 10-12 ഐറ്റത്തിന് അസേർഷൻസ് പഠിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. മെറ്റീരിയൽ ICI മെറ്റീരിയൽ തന്നെ ഇഷ്ടമുള്ള പോയിൻറ്റ്സ്, അത് കുട്ടികൾ പിന്നെ ICI മെറ്റീരിയൽ വായിക്കാനുള്ള മടി കാരണം നമ്മൾ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻ്റെ പുതിയ ഫാക്കൽറ്റി എഡിഷൻ മെറ്റീരിയൽ എഡിഷനിൽ ആ പോയിൻറ്റ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചിട്ട് പോകുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പോയിൻ്റ് ആക്കി സോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സെപ്റ്റംബറിലോട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സിൽ ഞാൻ ഒരു അഡീഷണൽ ആ ചേഞ്ചസ് വന്നേക്കുന്നത്, പുതിയ മെറ്റീരിയൽ ആ ചേഞ്ചസ് ടോപ്പിക്ക് ഞാൻ ഫോട്ടോ കോപ്പി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് പഠിക്കുക. വീഡിയോ കാണുന്ന എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് അത് നോക്കുക. അല്ല ഇഫ് യു ഹാവ് നോട്ട് അറ്റൻഡ് മൈ ക്ലാസ്, യു ക്യാൻ ഹാവ് ദ ലേറ്റസ്റ്റ് മെറ്റീരിയൽ ഫ്രം മീ. വി ഹാവ് ദാറ്റ് ടോപ്പിക് ടോട്ടലി സോർട്ടഡ്. നിങ്ങൾക്ക് ഓരോ ഡിഫറെൻറ്റ് ഐറ്റംസ് ഇനി ഒട്ടും ടെൻഷൻ ആവശ്യമേ ഇല്ലാത്ത രീതിയിൽ എക്സാമിന് വരുന്ന എല്ലാ ICI മെറ്റീരിയലത്തെ എല്ലാ 17 ഐറ്റത്തിൻ്റെയും നമുക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന അസേർഷൻസ്, എക്സിസ്റ്റൻസ് ആയിക്കോട്ടെ, വാല്യുവേഷൻസ് ആയിക്കോട്ടെ, കംപ്ലീറ്റ്നെസ് ആയിക്കോട്ടെ, അതെല്ലാം കൃത്യമായിട്ട് പോയിൻ്റായിട്ട് തിരിച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള പുതിയ മെറ്റീരിയലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ യെസ്, മേക്ക് ഷുവർ ഇഫ് യു വാണ്ട് ദാറ്റ്, പ്ലീസ് കോൺടാക്ട് മീ. നൗ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് കംപ്ലീറ്റ്നെസ് ഓഫ് ഇൻവെൻട്രിയുടെ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എക്സ്പ്ലെയിൻ ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ദ, ഇങ്ങനെയാണ് ടിപ്പിക്കൽ നമ്മുടെ ഓഡിറ്റ് ഡിഫറെൻറ്റ് ഐറ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഈ ഇൻവെൻട്രി എന്നുള്ള ഐറ്റം എടുത്തു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇൻവെൻട്രിയിൽ ലെറ്റ് മീ ടേക്ക് ദാറ്റ് ഐറ്റം. ഇൻവെൻട്രി കാണുന്നത് എവിടെയാണെന്ന് നോക്കട്ടെ. യെസ്, 10ാമത്തെ ഐറ്റമായിട്ട് ഇൻവെൻട്രി ഉണ്ട്. ഇൻവെൻട്രിയിൽ AS2 ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ, ആകെപ്പാടെ എക്സിസ്റ്റൻസും കംപ്ലീറ്റ്നെസ്സും വാല്യുവേഷനും റൈറ്റ്സ് 4 അസേർഷൻസ് ആണ് ഇതിന്ന് പഠിക്കാനുള്ളത്. എല്ലാ ഐറ്റത്തിനും എല്ലാ അസേർഷൻസും ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ ഇൻവെൻട്രിക്ക് തൊട്ട് മുകളിലത്തെ ഒരു ഐറ്റം ഏതാ, ട്രേഡ് റിസീവബിൾസ് എടുത്തു കഴിഞ്ഞാൽ ട്രേഡ് റിസീവബിൾസ് നമുക്ക് എക്സിസ്റ്റൻസും കംപ്ലീറ്റ്നെസ്സും വാല്യുവേഷനും മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രസൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. ട്രേഡ് പേയബിൾസിലും ട്രേഡ് റിസീവബിൾസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷനാണ് വരിക. ഇപ്പോൾ വേറൊരു ഐറ്റം ജസ്റ്റ് നിർത്തോട്ടെ, എടുക്കുന്നതെല്ലാം വലിയ ഐറ്റംസ് ആയി പോകുന്നല്ലോ. റിസർവ്സ് ആൻഡ് സർപ്ലസ് എടുത്തു കഴിഞ്ഞാൽ അതിലാകപ്പെടാൻ കംപ്ലീറ്റ്നെസ് ആൻഡ് വാല്യുവേഷൻ മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണെങ്കിൽ അതിൽ എക്സിസ്റ്റൻസ് ആൻഡ് കംപ്ലീറ്റ്നെസ് ഒറ്റ സെറ്റ് ഓഫ് ക്വസ്റ്റൻസാണ്. പിന്നെ പ്രസൻറ്റേഷൻ മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പർച്ചേസസിൽ അതിൻ്റെ ഒക്കറൻസും കംപ്ലീറ്റ്നെസ്സും മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബോറോയിങ്സിൽ എക്സിസ്റ്റൻസും വാല്യുവേഷനും മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ടോപ്പിക്ക് 13 ഐറ്റത്തിൻ്റെയും എല്ലാ അസേർഷൻസും പഠിക്കണം എന്ന് പറയുമ്പോൾ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന, അല്ലെങ്കിൽ ശരിക്കും എല്ലാ ഐറ്റത്തിനും എല്ലാ അസേർഷൻസും ICI മെറ്റീരിയൽ പോലും ആവശ്യമില്ല, തന്നിട്ടില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ സംഭവങ്ങൾ അവർ ചോദിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ നോട്ട് ഉണ്ടാക്കിയേക്കുന്നത്. സോ അത് യെസ് ഉപകാരപ്പെടും ഒരുപാട് പേർക്കെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ ഏതായിരുന്നു വന്നിട്ടുള്ളത്, കംപ്ലീറ്റ്നെസ് ഓഫ് ഇൻവെൻട്രി ചോദിച്ചേക്കുന്നത്. സോ യെസ്, നമ്മുടെ 10ാമത്തെ ഐറ്റത്തിൽ കംപ്ലീറ്റ്നെസ് ഓഫ് ഇൻവെൻട്രി ഈ 7 പോയിന്റ്. ടു എൻഷുർ ദാറ്റ് ഇൻവെൻട്രീസ് ഹെൽഡ് ബൈ ദി എൻറ്റിറ്റി ഹാവ് ബീൻ റെക്കോർഡഡ് and does not include the inventory of any third persons but does include the inventory of the client which is held with any third party. അതാണ് കംപ്ലീറ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലയൻറ്റിൻ്റെ എല്ലാ ഇൻവെൻട്രിയും അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ എന്ത് ചെയ്തിട്ടില്ല, തേർഡ് പേഴ്സൺസ് ഇൻവെൻട്രി ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഇൻവെൻട്രി എവിടെയെങ്കിലും തേർഡ് പേഴ്സൺസ് കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുക, 7 പോയിൻറ്റ്സ് ആണ് നമുക്കുള്ളത്. ICI മെറ്റീരിയൽ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് RTP ഇട്ടിട്ടുണ്ടാവും. അത്രയൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ 17 ഐറ്റംസിൻ്റെ ഫുൾ കാണാൻ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോയിൻറ്റ്സ് സോർട്ട് ചെയ്തിട്ട് ഞാൻ തന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ആൻസർ വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6 ഒരു ചെറിയ ചാപ്റ്ററാണ്, SA 230 ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. SA 230 ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷനിൽ വിത്ത് റെഫറൻസ് ടു ദ above situation, what is the question? Explain the concept of completion memorandum. ചെറിയ ചോട്ടാ കോൺസെപ്റ്റാണത്. അതായത് ലാർജ് ഓഡിറ്റുകളിലൊക്കെ ഈ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് ഫയൽ അതിൻ്റെ ബൾക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഫ്യൂച്ചർ റെഫറൻസിന് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഈ അറ്റ് എ ഗ്ലാൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട്
സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സും ഏതെങ്കിലും ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വിച്ച് കുഡ് നോട്ട് ബി കംപ്ലീറ്റഡ്, സ്പെസിഫിക് എസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സ്, അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ കംപ്ലീഷൻ മെമ്മറാൻഡം വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഓൺലി. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ സമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഉണ്ട്. യെസ്, ദാറ്റ് ഇസ് ദ സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ടു ദിസ് തിയറി. ഓക്കെ, അതാണ് എൻ്റെ ആൻസർ വരുന്നത്. കംപ്ലീഷൻ മെമ്മറാൻഡം എന്ന് വെച്ചാൽ എന്താണ്, അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കംപ്ലീഷൻ മെമ്മറാൻഡം, it is useful for the auditor to prepare and retain as part of documentation a completion memorandum that describes the significant matters and how they were addressed. It will help in the effective and efficient review of the documentation, especially in large audits. It may also help the auditor to consider whether there is an individual relevant essay objective that could not be achieved. In light of the above, completion memorandum will help systematically document the issues, etc. found during the audit. Yes, that's a pretty straightforward question. Okay, now. Okay, moving forward to the next question. ചാപ്റ്റർ നമ്പർ 7 നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഐ തിങ്ക് ഐ ഗോട്ട് ദ മോസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ ആസ്കിങ് ഡൗട്ട് ഫ്രം ദിസ് ക്വസ്റ്റൻ. ഈ ക്വസ്റ്റൻ RTPയിൽ കണ്ടിട്ട് കുറേ കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഡൗട്ട് ചോദിച്ചിരുന്നു. ഗോയിങ് കൺസേണെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇതിൽ ക്വസ്റ്റനിൽ കാണുന്നത്. ലെറ്റ് us evaluate what is happening. EF and Co are the chartered accountants. Okay, they are appointed as the statutory auditors of UVW ലിമിറ്റഡ്. ഇവിടെ 2 ക്ലയൻ്റ് ഉണ്ട്, ലൈക്ക് 2 സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. UVW എന്നുള്ളൊരു ആളുണ്ട്, XYZ, UVW XYZ, അങ്ങനെ 2 ആൾക്കാരുണ്ട്. EF and Co are the chartered accountants and they are appointed as the auditors of UVW for the year ended 31st March. Now what happened? During the audit, the auditor reviews the management's assessment of going concern. അതായത് SF 570 പ്രകാരം is the entity having the going concern assumption appropriate in the FS. മാനേജ്മെൻറ്റ് ഗോയിങ് കൺസേൺ അസംഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, ഗോയിങ് കൺസേൺ പ്രോപ്പറായിട്ട് തന്നെ FSൽ റിഫ്ലക്റ്റഡ് ആയിട്ടുണ്ടോ എന്നാണ് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നത്. SF 570 ഒബ്ജക്റ്റീവ്. The company has a consistent history of profitability and easy access to bank finance. അപ്പോൾ അവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കാണുന്നില്ല. UVW സേഫ് സൈഡിലാണ് നിൽക്കുന്നത്. However, management has not prepared a detailed analysis to support its assessment. കുഴപ്പമില്ല. ഗോയിങ് കൺസേണിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ത്രെഡ്സോ ഇൻഡിക്കേറ്റേഴ്സോ ഒക്കെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആവശ്യം. എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ദേ മസ്റ്റ് ഡു എ സർട്ടൺ ടൈപ്പ് ഓഫ് ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ്. പക്ഷേ ഡീറ്റെയിൽഡ് അനാലിസിസിൻ്റെ ആവശ്യകത ഇവിടെ വരുന്നില്ല, ലിമിറ്റഡ് അനാലിസിസിന് ആവശ്യമേ വരുന്നുള്ളൂ. കാരണം എന്താ, ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഓപ്പറേഷണൽ, ഫിനാൻഷ്യൽ, അതർ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ബട്ട് ഇൻ എ സെപ്പറേറ്റ് കേസ് we are also, EF and Co are also the auditors of XYZ Limited. ഇവിടെ എന്താ സംഭവിച്ചത്, ഹിയർ ദി ഓഡിറ്റർ നോട്ടീസസ് ദാറ്റ് ദ മാനേജ്മെൻറ്റ്സ് അസസ്മെൻറ്റ് ഓഫ് ദി എൻറ്റിറ്റീസ് അബിലിറ്റി ടു കണ്ടിന്യൂസ് ഗോയിങ് കൺസേൺ കവേഴ്സ് ഓൺലി 9 months ഫ്രം ദ ഡേറ്റ് ഓഫ് FS. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 31st March നിന്ന് അടുത്ത 9 മാസം വരെയുള്ള ഷോർട്ട് റണ്ണിലോട്ട് മാത്രമേ അവിടെ ഗോയിങ് കൺസേൺ അസസ്മെൻ്റ് ഒക്കെ നടക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ദേ ആർ നോട്ട് അവർ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ 9 മാസത്തിന് ശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഓഡിറ്ററിന് ചിലപ്പോൾ ഒരു സാറ്റിസ്ഫാക്ടറി റെസ്പോൺസ് കിട്ടിയിട്ടില്ല. അതായത് 31st March കഴിഞ്ഞാൽ നെക്സ്റ്റ് 12 monthsനകത്ത് ഒരുപക്ഷെ ഈ സ്ഥാപനം എൻഡ് ചെയ്യുമോ എൻഡ് ചെയ്യില്ലേ എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി കുറവ് ഇവിടെ വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ യു ഷുഡ് ഇവാലുവേറ്റ് ദ മാനേജ്മെൻറ്റ്സ് അസസ്മെൻറ്റ് ഓഫ് ദി എൻറ്റിറ്റീസ് എബിലിറ്റി ടു കണ്ടിന്യൂസ് ഗോയിങ് കൺസേൺ ഇൻ ദി അബോവ് കേസ്. അതായത് SA 570 എന്ന എസ്സേയിൽ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ, ഇസ് ടു ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് വെദർ ദ മാനേജ്മെൻറ്റ്സ് യൂസ് ഓഫ് ഗോയിങ് കൺസേൺ അസംഷൻ ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ദി FS ഇസ് ഇറ്റ് അപ്രോപ്രിയേറ്റ് ഓർ നോട്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇനീഷ്യലായിട്ട് ചെയ്യേണ്ട SA 570 ചെയ്യാൻ പറഞ്ഞ ഈ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഇവാലുവേറ്റ് ഹൗ പ്രോപ്പർ ദ മാനേജ്മെൻറ്റ്സ് അസസ്മെൻറ്റ് ഓഫ് ഗോയിങ് കൺസേൺ ഇസ്. കാരണം ഈ ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. SA 570 എടുക്കുന്ന സമയത്ത് നോക്കിയേ, വെൻ പെർഫോമിങ് റിസ്ക് അസസ്മെൻറ്റ് ആസ് പെർ 315 എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയേ, SA 570 ആദ്യം പറയുന്നുണ്ട് SA 570 ഡീൽസ് വിത്ത് ദി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി in relation to the going concern. Objective എന്ന് വെച്ച് കഴിഞ്ഞാൽ we have to obtain sufficient evidence that management's assessment of going concern, use of going concern assumptions appropriate. ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, we shall determine whether the management has already performed a assessment of going concern. ബിസിനസ് റിസ്ക് ഇവർക്ക് അസസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മാനേജ്മെൻറ്റ് ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇഫ് അസസ്മെൻറ്റ് ഹാസ് ഓൾറെഡി ബീൻ പെർഫോംഡ്, അതിലത്തെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ഹാവ് ദി ഐഡൻറ്റിഫൈഡ് എനി റിസ്ക്, ഇഫ് യെസ് ഹൗ ആർ ദേ ഗോയിങ് ടു ഡീൽ വിത്ത് ദാറ്റ്. അങ്ങനത്തെ ഈ റിസ്ക്, ബിസിനസ് റിസ്ക് കാരണം എന്തെങ്കിലും ഗോയിങ് കൺസേണിനെ മേൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡൗട്ട് വല്ലതും കാസ്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇവർ അസസ്മെൻറ്റേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിക്വയർ ദം ടു മേക്ക് ദ പ്രോപ്പർ അസസ്മെൻറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഇൻഫോം ദ നീഡ്, ഡിസ്കസ് വിത്ത് ദം ദ നീഡ് ടു മേക്ക് സച്ച് എൻ അസസ്മെൻറ്റ്. പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെന്ന് അലേർട്ട് ആവുക. ഇതൊക്കെയാണ് SA 570 മെയിൻ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിൽ UVW ലിമിറ്റഡിനും
XYZ ലിമിറ്റഡിലും രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഈ രണ്ട് സ്ഥലത്തും ഇറ്റ് ഈസ് ബേസിക്കലി ദ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ടു അസസ് ദ ഗോയിങ് കൺസേൺ. വി ഹാവ് ടു ചെക്ക് വെദർ അവർ അസസ്മെൻറ്റ് ഇതുപോലെ ചെയ്യുന്നുണ്ടോ, ആ അസസ്മെൻറ്റിൽ എന്തെങ്കിലും ത്രെട്ട് കാണുന്നുണ്ടോ, ത്രെട്ട് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അവർ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻസ് നോക്കുക, ആ ഒരു ആസ്പെക്റ്റിലാണ് പോകുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് UVW there are no indicators of any threat. The profitability is consistent. They have access to bank finance. UVW safe side lana. So the fact that management has not prepared a detailed analysis, it is okay. നമ്മൾ അതുകൊണ്ട് നമ്മളുടെ ഗോയിങ് കൺസേൺ അസസ്മെൻറ്റിനെയോ നമ്മളുടെ റിപ്പോർട്ടിങ്ങിനെയോ അത് ബാധിക്കേണ്ടതില്ല. പക്ഷെ അതേസമയം വെൻ ഇറ്റ് കംസ് ടു ദ XYZ ലിമിറ്റഡ് ഈ സ്ഥാപനത്തിലോട്ട് വരുന്ന സമയത്ത് ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. സോ വി ഹാവ് ടു ഇൻഫോം ദം, വി ഹാവ് ടു ഡിസ്കസ് വിത്ത് ദം ദ നീഡ് ഫോർ പ്രോപ്പർ അസസ്മെൻറ്റ്. അവരുടെ അടുത്ത് 12 monthsൻ്റെയും അസസ്മെൻറ്റ് മിനിമം 12 months പ്ലസ് ഈ സ്ഥാപനം നിൽക്കില്ലേ, ഫോർസിബിൾ ഫ്യൂച്ചറിൽ ക്ലോസ് ആവത്തില്ലല്ലോ എന്നൊക്കെ ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ ആവശ്യപ്പെടണം. ഹിയർ ഇൻ XYZ ലിമിറ്റഡ് കേസ് വി വിൽ റിക്വയർ ദ മാനേജ്മെൻറ്റ് ടു മേക്ക് പ്രോപ്പർ ഡീറ്റെയിൽ അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറയും. UVW അതിൻ്റെ ഒരു ആവശ്യമില്ല. ഗോയിങ് കൺസേൺ ഇസ് സേഫായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ജനറൽ രീതിയിലാണ് ഇതിൻ്റെ ആൻസേഴ്സ് പോകുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദി ആൻസർ? ദി ഓഡിറ്റർ ഷാൽ ഇവാലുവേറ്റ് മാനേജ്മെൻറ്റ്സ് അസസ്മെൻറ്റ് ഓഫ് എൻറ്റിറ്റീസ് അബിലിറ്റി ടു കണ്ടിന്യൂ ആസ് ഗോയിങ് കൺസേൺ. ഈ സ്ഥാപനത്തിന് ഗോയിങ് കൺസേൺ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് മാനേജ്മെൻറ്റ് അസസ് ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യും. Management's assessment of the entity's ability to continue as going concern is an important part of the auditor's considerations. Okay. In the case of UVW എന്താ സംഭവിച്ചത്? UVWൻ്റെ കേസിൽ ഇറ്റ് ഇസ് നോട്ട് ദി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. ഈ മാനേജ്മെൻറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ബേസിക്കലി ദ മാനേജ്മെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു അസസ് ദ ഗോയിങ് കൺസേൺ. ഇഫ് ദർ ആർ നോ ത്രെഡ്സ് ഐഡൻറ്റിഫൈഡ്, ഇൻഡിക്കേറ്റേഴ്സും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പക്ഷം നമുക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യാൻ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. In the case UVW, it is not the auditor's responsibility to rectify the lack of analysis. However, the lack of detailed analysis in this case, to support the assessment may not prevent the auditor from concluding whether the management's use of going concern is appropriate or not. For example, when there is a history of profitable operations and ready access to financial resources, like in the case of UVW, management may make its assessment without any detailed analysis. അവർക്ക് അവിടെ ഒരു ഇഷ്യൂസോ ത്രെട്ടിൻ്റെ ഒരു ഹിസ്റ്ററി വരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഡീറ്റെയിൽഡ് അനാലിസിസ് മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ലെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസേൺ ആവേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇൻ ദിസ് കേസ് ഓഡിറ്റേഴ്സ് ഇവാലുവേഷൻ ഓഫ് ദി അപ്രോപ്രിയറ്റ്നെസ് ഓഫ് മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ് മേ ബി മെയ്ഡ് വിത്തൗട്ട് പെർഫോമിംഗ് എനി ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ പ്രൊസീജിയർ. ബിക്കോസ് നമ്മളുടെ മറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കാണുന്നില്ല, സേഫാണ്. അതേസമയം ഇഫ് അറ്റ് ഓൾ ഇത് ലെറ്റ് സപ്പോസ് എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല, മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് ചെയ്യുന്നില്ല, ഓർ അവർ അസസ്മെൻറ്റ് എന്തെങ്കിലും ത്രെട്ടുണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡിക്കേറ്റേഴ്സും ത്രെട്ടും കാണുമ്പോൾ അവരുടെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണെന്ന് ചോദിക്കുക, അവരുടെ ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ എത്രയും പെട്ടെന്ന് ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് ചെയ്യാൻ പറയുക, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു പോയിന്റ്സ് വരുന്നത്. അതായത് നോക്കിയേ, നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ടല്ലോ, ഇഫ് യു ഐഡൻറ്റിഫൈ സച്ച് എന്തെങ്കിലും ത്രെഡ്സ് കണ്ടാൽ വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ് വി ഹാവ് ടു ഡു? വി ഹാവ് ടു റിക്വസ്റ്റ് ദ മാനേജ്മെൻറ്റ് ടു മേക്ക് പ്രോപ്പർ അസസ്മെൻറ്റ്. അവർക്ക് എന്തെങ്കിലും സപ്പോസ് പ്രോഫിറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, ഗോയിങ് കൺസേൺ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിവൈസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുക, ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക, ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിൻ്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് റിലയബിലിറ്റി ചെക്ക് ചെയ്യുക? ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്ന ഇൻഫോർമേഷൻസ് റിലയബിൾ ആണോ, അതിൽ ഉപയോഗിച്ചേക്കുന്ന അസംഷൻസ് റിയലിസ്റ്റിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനത്തെ ഇതിനെയാണ് ഈ ഡീറ്റെയിൽഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുക. ഈ ഡീറ്റെയിൽഡ് പ്രൊസീജിയേഴ്സ് എപ്പോഴാണ് സംഭവിക്കുക? എന്തെങ്കിലും ത്രെട്ട് ഉണ്ടെങ്കിൽ മാത്രം. ഇൻ സർക്കംസ്റ്റാൻസസ് വേർ ദ എൻറ്റിറ്റി ഡസ് നോട്ട് ഹാവ് സ്ട്രോങ് ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഓർ ഇനി അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവാലുവേറ്റിംഗ് അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? വി മേ ഇൻക്ലൂഡ് എൻ ഇവാലുവേഷൻ ഓഫ് ദ പ്രോസസ് മാനേജ്മെൻറ്റ് ഫോളോഡ് ടു മേക്ക് എസ് അസസ്മെൻറ്റ്, ദി അസംഷൻസ് ഓൺ വിച്ച് ദ അസസ്മെൻറ്റ് ഇസ് മെയ്ഡ്, മാനേജ്മെൻറ്റ്സ് പ്ലാൻ ഫോർ ഫ്യൂച്ചർ ആക്ഷൻ ഒക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. XYZ ലിമിറ്റഡിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നടക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? വൈൽ ഇവാലുവേറ്റിംഗ് ദ മാനേജ്മെൻറ്റ്സ് അസസ്മെൻറ്റ് യു ഷാൽ കവർ ദ സെയിം പീരിയഡ് ആസ് ദാറ്റ് യൂസ് ബൈ ദ മാനേജ്മെൻറ്റ് ടു മേക്ക് ഇസ് അസസ്മെൻറ്റ്. അവർ ഒരുപാട് നീട്ടി വരെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ആ ലാംഗ്വേജ് പല കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇൻ ദ കേസ് ഓഫ് XYZ വാട്ട് ഹാപ്പൻസ് ഇസ്, if the management's assessment of entities ability to continue going concern covers less than 12 months, inadequate ആണെന്ന് തോന്നുവാണെങ്കിൽ we shall request the management to make proper assessment up to 12 months. Accordingly, in the case of UVW,
അതായത് ആദ്യത്തെ കമ്പനി അവർക്ക് സേഫാണ്. യു മേ കൺക്ലൂഡ് ദാറ്റ് മാനേജ്മെൻറ്റ്സ് യൂസ് ഓഫ് ഗോയിങ് കൺസേൺ ബേസ് ഓഫ് അക്കൗണ്ടിങ് ഇസ് അപ്രോപ്രിയേറ്റ് ഈവൻ വിത്തൗട്ട് ഡീറ്റെയിൽ അനാലിസിസ്. അതേസമയം XYZ കേസസിൽ മാനേജ്മെൻറ്റിൻ്റെ അസസ്മെൻറ്റ് 9 months കവർ ആവുന്നുള്ളൂ, അത് ഇനാഡിക്വറ്റ് ആണ്. സോ വി ഷുഡ് റിക്വസ്റ്റ് ദം ടു എക്സ്റ്റെൻഡ് ദ പ്രൊസീജിയർ. ഒന്നുമില്ല, പ്രോപ്പറായിട്ട് ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് ചെയ്യാൻ പറയുക. എന്നാൽ ഫസ്റ്റ് പാർട്ടിൻ്റെ SF 570 ഫസ്റ്റ് പാർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നേ ഉള്ളൂ. SF 570 നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്ന കാര്യമാണ് എന്താ, ഈ ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇഫ് സച്ച് അസസ്മെൻറ്റ് ഹാസ് ബീൻ പെർഫോംഡ്, അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് സിറ്റുവേഷനിൽ മറ്റേ UVWൻ്റെ കേസസിൽ മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് വേറെ ത്രെഡ്സും ഒന്നും കണ്ടിട്ടില്ല. സോ ഡീറ്റെയിൽ മറ്റ് എക്സ്ട്രാ ഇവാലുവേഷൻസിന് ആവശ്യമില്ല, എവറിത്തിങ് ഇസ് ഗോയിങ് വെൽ. പക്ഷേ മാനേജ്മെൻറ്റ് ഇതുവരെ ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് ചെയ്യുന്നില്ല, ഓർ ചെയ്ത പ്രൊസീജിയേഴ്സ് പ്രോപ്പർ അല്ല എന്ന് തോന്നുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഗോയിങ് കൺസേൺ അസസ്മെൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെടണം. വി ഷൽ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ദ നീഡ് ഫോർ ദ ഇൻ്റർനെറ്റ് യൂസ് ഓഫ് ഗോയിങ് കൺസേൺ ബേസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് റിക്വയർ ദം ടു മേക്ക് സച്ച് അസസ്മെൻറ്റ്. ആ ഒരു ആസ്പെക്റ്റാണ് അതിന് ആൻസർ പോയേക്കുന്നത്. ഒരു നീട്ടി വരച്ചിട്ടുള്ള ആൻസർ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, SF 570 അധികവും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് അറ്റംപ്റ്റിലൊക്കെ വന്നിട്ടുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, ഓപ്പറേഷൻ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനത്തെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ ഈ SF 570 റിപ്പോർട്ടിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. അതായത് ഏത് കേസസിലാണ് നമ്മൾ ഈ MUGC പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ അഡ്വൈസ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഓരോ പോസിബിലിറ്റീസാണ് അധികവും ക്വസ്റ്റ്യനിൽ വരാറുള്ളത്. എന്തായാലും ഈ RTP ആൻസർ ഒന്ന് നോക്കി വെച്ചോ, അത് കാണാതെ പഠിക്കാനൊന്നും മെനക്കേണ്ട ആവശ്യമില്ല. കാരണം RTPയിലത്തെ ആൻസേഴ്സ് അതേപടി എഴുതാനൊന്നും എപ്പോഴും അത് പ്രോബിലിറ്റി വളരെ കുറവാണ്. അതിൻ്റെ അങ്ങനെ കാണാതെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വരെ കാണാതെ പഠിക്കും? എല്ലാ ആൻസേഴ്സും ഇത് കാണാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അർത്ഥം മനസ്സിലാക്കുക, ആ ഒരു കോണ്ടെക്സ്ച്വലായിട്ട് എന്താണ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് അതനുസരിച്ചിട്ട് ആൻസർ പ്രസൻറ്റ് ചെയ്യുക. അതിൻ്റെ പോയിൻ്റ് ഒന്ന് വായിച്ച് നോക്കി. ഇതൊരു ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് പറയുന്നില്ല, റെയർ ആയിട്ട് ഗോയിങ് കൺസേണിന് വരാവുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവരെവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ RTPയിൽ. ആൻസർ വായിച്ച് വയ്ക്കുക. മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ് ഓഫ് ഗോയിങ് കൺസേണിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ പോയേക്കുന്നത്. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അഗെയിൻ ചാപ്റ്റർ 8 ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് SS 700, 701, 705, 706, 710, Companies Act 143(1) duty to report, 143(1) the duty to inquiry, 143 the duty report, other matters കാരോ റിപ്പോർട്ടിംഗ്. ഇതൊന്നും ചോദ്യം ചോദിക്കാതെ SS 600 എന്നാണ് ഒരു ക്വസ്റ്റ്യൻ RTPയിൽ ഇട്ടേക്കുന്നത്. SS 600 ഒക്കെ യൂഷ്വലി എക്സാമിൽ വരുന്ന ഒക്കറൻസ് വളരെ കുറവാണ് SS 600 എന്നൊക്കെ. ബട്ട് യെസ്, RTP ഈസ് ഹാവിങ് ദിസ് ക്വസ്റ്റ്യൻ ഫ്രം SS 600 യൂസിങ് ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റർ. ആരാണ് ഈ അതർ ഓഡിറ്റർ? അതർ ഓഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഡിറ്ററാണ്, ബ്രാഞ്ചിനെ ഓഡിറ്റ് ചെയ്യുന്നത്. സോ അതായത് ഒരു കമ്പനിക്ക് മോർ ദാൻ 1 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ Companies Act 143 subsection 8 പറയുന്നുണ്ട്, ദ ബ്രാഞ്ച് മേ ബി ഓഡിറ്റഡ് ബൈ ദ കമ്പനീസ് പ്രിൻസിപ്പൽ ഓഡിറ്റർ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, ഓർ the company can appoint such other person who is otherwise qualified to be appointed as auditor of the company to be the branch auditor. അതായത് 139 പ്രിൻസിപ്പൽ ഓഡിറ്റർ ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളെ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ തന്നെ ബ്രാഞ്ച് ഓഡിറ്റേഴ്സായിട്ടും അപ്പോയിൻറ്റ് ചെയ്യാം. ഇൻ ദാറ്റ് കേസ് നമ്മുടെ പ്രിൻസിപ്പൽ ഓഡിറ്റർ 139 സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന് ബ്രാഞ്ച് he always has the responsibility to express opinion on the entire FS. ബ്രാഞ്ചിൽ ഒരു ഓഡിറ്റർ ഉണ്ടെന്ന് വെച്ചിട്ട് ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റിംഗ് ദ പ്രിൻസിപ്പൽ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. പ്രിൻസിപ്പൽ ഓഡിറ്ററാണ് എപ്പോഴും എൻ്റയർ സ്ഥാപനത്തിനെ പറ്റി നമുക്ക് ഒപ്പീനിയൻ പറയേണ്ടി വരിക. പക്ഷേ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്, ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇഫ് branch auditor, if he finds the need, he may use the work of the branch auditor. Branch auditor ഉണ്ടെന്ന് വെച്ചാൽ വർക്ക് നിർബന്ധമായിട്ട് യൂസ് ചെയ്യുന്നില്ല, he may use it. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെയാണ് SS 600 പറയുന്ന ടോപ്പിക് അല്ലേ. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പോയേക്കുന്നത്. വിത്ത് റെഫറൻസ് ടു SS 600, എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ കോർഡിനേഷൻ ആൻഡ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ആൻഡ് അതർ ഓഡിറ്റർ. ഒബ്വിയസ്ലി ഇപ്പോൾ ഞാൻ പറഞ്ഞ നിർത്തിയ ലോജിക്കിൽ നിന്നാണ് ആ ഫസ്റ്റ് പാർട്ടിന് ആൻസർ പോകുന്നത്. If at all there is a branch auditor and the principal auditor wishes to use the work of the branch auditor, extreme ആയിട്ടുള്ള rapport and coordination between these two persons are necessary. അതായത് the principal auditor need to obtain high level of certainty that the branch auditor's work is adequate for the purpose of the principal auditor. Principal auditorന്റെ പർപ്പസിന് adequate ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബ്രാഞ്ച് ഓഡിറ്റർ വർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ബിക്കോസ് വി ക്യാൻ ഓൺലി റിലൈ ഓൺ ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റർ, വി കനോട്ട് റിവ്യൂ ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റർ. ഇല്ലേ, നമുക്ക് മറ്റൊരു ഓഡിറ്ററിൻ്റെ വർക്ക് റിവ്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പ്രോപ്പറായിട്ട് ബിഫോർ യു യൂസ് ദ വർക്ക് ഓഫ് ദ ബ്രാഞ്ച് ഓഡിറ്റർ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. യുവർ പ്ലാൻ അബൌട്ട് ഓൺ വാട്ട് ഏരിയാസ് യു ആർ ട്രൈങ് ടു, ഹൗ ആർ യു ഗോയിങ് ടു ഡീൽ വിത്ത് ദ ബ്രാഞ്ച് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, നിങ്ങൾ യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടോ ഇല്ലയോ, വാട്ട് ആർ ദ ഏരിയാസ് വിച്ച് റിക്വയർ സ്പെസിഫിക് കൺസിഡറേഷൻസ്, ടൈം ഫ്രെയിം ഫോർ കംപ്ലീഷൻ, അവർക്ക് എന്തെങ്കിലും ഇൻഡിപെൻഡൻസ് ത്രെട്ടോ എന്തെങ്കിലും ഇഷ്യൂസോ ലിമിറ്റേഷൻസ് ഓൺ സ്കോപ്പ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവരുടെ വർക്ക് നമ്മുടെ പർപ്പസിന് അഡിക്വറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, പ്രിൻസിപ്പൽ ഓഡിറ്റർ ബ്രാഞ്ച് ഓഡിറ്റർ വർക്ക് യൂസ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് rapport between these two persons.
And the procedure explain also the procedures to be performed by the principal auditor to evaluate the use of work of authority. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, when the accounts of the branch are audited by a person other than the company's main auditor, there is a need for a clear understanding of the role of such other auditor and the company's auditor. Also there is a necessity for proper rapport between the two persons. Okay, അത് പ്രകാരം SS6 എന്താ പറയുന്നത്, ഇറ്റ് മേക്സ് ക്ലിയർ ദാറ്റ് ഇൻ സർട്ടൺ സിറ്റുവേഷൻസ് ദ സ്റ്റാറ്റ്യൂട്ട് ഗവേണിംഗ് ദ എൻറ്റിറ്റി മേ കൺഫർ ദ റൈറ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ടു വിസിറ്റ് ദ കോമ്പണന്റ്. പ്രിൻസിപ്പൽ ഓഡിറ്റർ എപ്പോൾ വേണേൽ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാം ഓർ ബ്രാഞ്ച് ഓഡിറ്റർ വർക്ക് യൂസ് ചെയ്യാം. Where another auditor has been appointed, the principal auditor would normally be entitled to rely upon the work of such auditor unless there is a situation to make it essential for him to visit the competent. അപ്പോൾ ബ്രാഞ്ചസ് എപ്പോൾ വേണേൽ നമുക്ക് പ്രിൻസിപ്പളിനെ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, സൗകര്യക്കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ബ്രാഞ്ച് ഔട്ട് വർക്ക് യൂസ് ചെയ്യാം. ഫർദർ ഇറ്റ് റിക്വയർസ് ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ഷുഡ് പെർഫോം ദ പ്രൊസീജിയർ ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ദാറ്റ് ദ വർക്ക് ഓഫ് ദിസ് അതർ ഓഡിറ്റർ ഇസ് അഡിക്വേറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രിൻസിപ്പൽ ഓഡിറ്റർ. പ്രിൻസിപ്പൽ ഓഡിറ്റർ വർക്കിന് അഡിക്വേറ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇവരുടെ വർക്ക് യൂസ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, we can advise the other auditor the use that is to be made of the other auditor's work and report and make sufficient arrangements for the coordination of their efforts. We can communicate with the principal auditor about your plan to use the work of their work and അതിനനുസരിച്ച് വർക്ക് കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ we can inform them the matters that require special considerations, procedures for the identification of intercomponent transactions etc., timetable for completion അവരെ അറിയിക്കാം. Advise the other auditor the significant accounting, auditing, reporting requirements. And we can also discuss with other auditor the audit procedures applied or review a written summary of the other auditor's procedures and findings or procedure. You may also wish to visit the other auditor. Nature, timing of procedures will depend upon the circumstances of the engagement. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കുന്നത്. നമ്മളുടെ ബുക്കിൽ SS600 വരുന്ന സമയത്ത് യു ക്യാൻ സീ ദീസ് പ്രൊസീജിയേഴ്സ് നമ്പേർഡ് ആക്കി തന്നിട്ടുണ്ട്. ആ നമ്പേർഡ് ആക്കിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എഴുതിയിരുന്നാൽ മതി. ഓക്കെ, here you can see consideration by the principal. You are entitled to rely upon the other auditor's work provided you have nothing to doubt about their competence. അതിൻ്റെ ഭാഗമായിട്ട് you can communicate with the competent auditor what is the use to be made of their report, areas which require special consideration, time frame for completion, significant accounting, auditing aspects etc. Also അവരുടെ വർക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ, ആ ആസ്പെക്ട് RTPയിൽ കണ്ടില്ല കേട്ടോ, അത് പറയാം. ആൻഡ് യു ക്യാൻ കൺസിഡർ ദ ക്വാളിഫിക്കേഷൻസ് ഓൾസോ ഇൻ കേസ് ഓഫ് എ ഫോറിൻ കോമ്പണന്റ്. ഫോറിൻ ബ്രാഞ്ച് ആണെങ്കിൽ ഈ പറയുന്ന പേഴ്സൺ ശരിക്കും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്നും കൂടി ചെക്ക് ചെയ്യാം. ആ ഒരു ആസ്പെക്റ്റും RTPയിൽ വന്നിട്ടില്ല. അസ്യൂമിങ് ഈ ബ്രാഞ്ച് ഇന്ത്യൻ ബ്രാഞ്ച് തന്നെയാണോ എന്ന മട്ടിലാണ് അവർ പോയേക്കുന്നത്. സോ SS600 ഓൾസോ അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ടിപ്പിക്കലി എപ്പോഴും വരുന്നൊരു ഹോട്ട് ഏരിയ അല്ല. പക്ഷേ ഈ ഔട്ട് ഓഫ് ദ ബ്ലൂ ഇടയ്ക്ക് ഇങ്ങനെ ഒരു RTPയിലും MTPയിലൊക്കെ 600 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജസ്റ്റ് ബി കെയർഫുൾ, ഒന്ന് നോക്കി വെച്ചോ. കാരണം അവർ ചിലപ്പോൾ യൂഷ്വൽ പാറ്റേണിൽ മാറി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ മേ ബി ഇറ്റ്സ് എ സ്മോൾ ഇൻഡിക്കേഷൻ അവർക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അങ്ങനെ 18th ക്വസ്റ്റ്യൻ വന്നിട്ട് അഗെയിൻ ഒരു ഓഡ് വൺ ഔട്ട്, ഒരു അനോമലി ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ എക്സ്പ്ലെയിൻ ദി ഓഡിറ്റ് കൺസിഡറേഷൻസ് ഇൻ കേസ് ഓഫ് ഓഡിറ്റ് ഓഫ് സൊസൈറ്റി. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കേസാണ്. ഇതൊരു അനോമലി വൺ ഓഫ് എ കൈൻഡ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, നമ്മുടെ ന്യൂ സിലബസ് 2024 ന്യൂ സിലബസ് വന്നപ്പോഴാണ് ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൽ ചാരിറ്റബിൾ ട്രസ്റ്റും ചാരിറ്റബിൾ സൊസൈറ്റീസും ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് വന്നതിന് ശേഷം പിന്നെ ആക്ച്വലി May 24 ഈ സിലബസിൽ വന്നിട്ടുണ്ടെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാരിറ്റബിൾ സൊസൈറ്റി എക്സാമിന് സത്യം പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പോലും അങ്ങനെ വന്നിട്ടില്ല. വളരെ ഫ്രീ ആയി. ഐ തിങ്ക് മേ ബി വൺസ് ഐ ഡോണ്ട് റിമെമ്പർ RTP NTP എപ്പോഴും വന്നിട്ടില്ലെന്ന് പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരും, പക്ഷേ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ്, ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള ലാസ്റ്റ് പോർഷൻ അല്ലേ, ലാസ്റ്റ് പോർഷനിൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഓക്കെ, ആൻഡ് യെസ് വി ഹവ് ബീൻ ടേക്കിംഗ് ദിസ് ഫ്രം May 24 onwards. ഈ നമ്മൾ പറയാറുണ്ട് ഈ ഓഡിറ്റ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലാസ്റ്റ് ടോപ്പിക് ഉണ്ട് ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ. അതായത് ട്രസ്റ്റിനെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കുറേ പോയിന്റ്സ് ഉണ്ട്, അതേപോലെ സൊസൈറ്റിനെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട പോയിന്റ്സ് ഉണ്ട്. ഈ സൊസൈറ്റിയിൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള കൺസിഡറേഷൻസ് ആണ് ഇത് RTPയിൽ ചോദിച്ചേക്കുന്നത്. കഴിഞ്ഞ 2-3 അറ്റംപ്റ്റ് ആയിട്ട് എക്സ്പെൻഡിച്ചർ ഓഡിറ്റിൻ്റെ സൈഡിൽ നിന്ന്, പിന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ ക്വസ്റ്റൻസ് വരുന്നുണ്ട്. പ്രീവിയസ് എക്സാംസിലൊക്കെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ ഒക്കെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ഓഡിറ്റിൻ്റെയും ഒക്കെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 77, 78 ആണ് IES ഒക്കെ. ഈ ചാരിറ്റബിൾ ട്രസ്റ്റും ചാരിറ്റബിൾ സൊസൈറ്റിയും അങ്ങനെ ന്യൂ സിലബസിൽ ഇതുവരെ ക്വസ്റ്റൻസ് വന്നിട്ടില്ല. ബട്ട് RTP ആഫ്റ്റർ സോ ലോങ് 2024 ന്യൂ സിലബസ് വന്നിട്ട് ഇപ്പോൾ 2026 സെപ്റ്റംബർ അറ്റംപ്റ്റിന് അവർ സൊസൈറ്റി, ഇതിന് മുമ്പ് RTPയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സൊസൈറ്റീസിൻ്റെ ഒക്കെ ക്വസ്റ്റൻസ് RTP വരെ വരും, പക്ഷേ എക്സാമിന് കണ്ടിട്ടില്ല. എന്തായാലും അത് നോക്കി വയ്ക്കുക.
ആൻഡ് അതിന് ഞാൻ മറ്റേ ക്ലാസ്സിലൊരു ഫ്രെയിംവർക്ക് പറയാറില്ലേ, നമ്മുടെ ഈ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിന് ഒരു പൊതുവായിട്ടുള്ളൊരു ഫ്രെയിംവർക്ക് ഉണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ചെക്ക് ചെയ്യുക, ചാർട്ടർ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യുക, ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ്, ഇൻറ്റേർണൽ കൺട്രോൾസ് ആൻഡ് ലീഗൽ കംപ്ലയൻസ്, പിന്നെ നമ്മുടെ അസേഷൻസ് ചെക്ക് ചെയ്യുക. ആ ഒരു ഫ്രെയിംവർക്കിൽ തന്നെയാണ് ഇതും പോയേക്കുന്നത്. പക്ഷേ ആദ്യത്തെ 2 പോയിന്റ്, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ചെക്കിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് രീതിയിലാണ്, ഏത് ആക്ട് പ്രകാരമാണ് ഈ സൊസൈറ്റി രജിസ്റ്റർഡ് ആയിരിക്കുന്നത്, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഓർ അണ്ടർ സ്പെസിഫിക് സ്റ്റേറ്റ് ലോസ് ഈ സൊസൈറ്റി രജിസ്റ്റർഡ് ആയിട്ടുണ്ടോ. രണ്ടാമത്തെ പോയിന്റ് ചാർട്ടർ ഡോക്യുമെൻറ്റ്സ്, അവരുടെ മെമ്മറാൻഡവും ഡോക്യുമെൻറ്റ്സും ചെക്ക് ചെയ്യാം. പിന്നെ നേരെ ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ് ചെക്ക് ചെയ്യുന്നതിന് പകരം സൊസൈറ്റീസിൽ അവർ പോകുന്ന എന്താണ്, ലീഗൽ കംപ്ലയൻസോട്ട് പോവുക. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, നമ്മുടെ ഫോറിൻ FCRAയുടെ ഒരു അമെൻമെൻ്റ് ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. FCRA പുതിയ ബില്ലൊക്കെ 2026 ബില്ലൊക്കെ പാസ്സാക്കാൻ വേണ്ടി പോവല്ലേ പാർലമെൻറ്റിൽ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ മേ ബി ഒരു സമകാലിക പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഇവർ ഈ എക്സാമിന് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 ഒക്കെ മാറാൻ പോവുക. നിങ്ങൾക്ക് ആ അമെൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആക്ട് പുതിയ ബില്ലിൽ എന്ത് സംഭവിച്ചു അങ്ങനെയൊന്നുമല്ല ചോദിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഈ ഫോറിൻ കോൺട്രിബ്യൂഷനൊക്കെ റെലവൻ്റ് ആകുന്നൊരു ടോപ്പിക്കാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് എന്നിരിക്കെ ഇപ്പോൾ അതേ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ആക്റ്റൊക്കെ എന്നുള്ളതുകൊണ്ട് സൊസൈറ്റി നോക്കി വെച്ചോ. മേ ബി ഇഫ് ദർ ഇസ് എ ഹൈ പ്രോബബിലിറ്റി ഈ ഒരു അറ്റംപ്റ്റിൽ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമായിട്ട് സൊസൈറ്റീസിനെ കാണാൻ വേണ്ടി പറ്റും. എനിവേസ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ നമ്മുടെ ഫ്രെയിംവർക്കിലത്തെ ക്വസ്റ്റ്യൻസ് പറയുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് രീതിയിലാണ് ഇത് രജിസ്റ്റർഡ് അയക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അവരുടെ ചാർട്ടർ ഡോക്യുമെൻറ്റ്സിൻ്റെ പോയിൻ്റാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെയും നാലാമത്തെയും പോയിന്റ് ലീഗൽ കംപ്ലയൻസാണ്. അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം അവർ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ, അതേപോലെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ. അതിനുശേഷമുള്ള പോയിന്റ് ഇൻറ്റേർണൽ കൺട്രോൾസ് ആണ്. അതിനുശേഷമുള്ള എല്ലാ പോയിന്റ്സും ഇൻറ്റേർണൽ കൺട്രോൾ. ഒപ്റ്റൈൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഇൻറ്റേർണൽ കൺട്രോൾ ടു ഡിസൈൻ ഓഡിറ്റ് പ്രൊസീജിയർ വിത്ത് റെഫറൻസ് ടു ഡൊണേഷൻ. ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഡൊണേഷൻസും കിട്ടുന്നതും എക്സ്പെൻഡിച്ചർ ഇൻകം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് കൺട്രോൾസ് ഉണ്ടോ. അക്കൗണ്ടിങ് പോളിസീസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഈ ഡൊണേഷൻസും ഗ്രാൻസും റിസീവ് ചെയ്യുന്നതിന് പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് പോളിസി അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പെൻസസ് ലൈക്ക് റിയംബേഴ്സ്മെൻറ്റ് ബൈ ഡോണേഴ്സ് എക്സെട്ര ഹൗ ദേ റെക്കഗ്നൈസ് ഇൻ ദി FS. പിന്നെ രജിസ്ട്രാർ എന്തെങ്കിലും എൻക്വയറി അണ്ടർ ഇനി ആപ്ലിക്കബിളോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്ലോഷേഴ്സ് ഓക്കെ ആണോ, എന്തെങ്കിലും ഇല്ലീഗൽ ഓർ ഇംപ്രോപ്രൈറ്റി ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ സംഭവിച്ചിട്ടുണ്ടോ, എക്സ്പെൻസസിൻ്റെ ഒക്കെ. സോ അവസാനത്തെ ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം ഇൻറ്റേർണൽ കൺട്രോളാണ്. മിനിമം ഒരു 3 ഇൻറ്റേർണൽ കൺട്രോൾസ് എല്ലാം പഠിച്ചു വയ്ക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ചെക്ക് ചെയ്യണം, ചാർട്ടർ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യണം, 2 ലീഗൽ കംപ്ലയൻസ്, പിന്നെ ബാക്കിയുള്ള 1, 2, 3, 4, 5 മിനിമം ഒരു 3 ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോൾസ് ഓർത്ത് വയ്ക്കുക. സോ ടോട്ടലി നിങ്ങൾക്ക് പോയിന്റിലൊരു ആൻസറിലൊരു 7-8 പോയിന്റ്സ് എഴുതാൻ വേണ്ടി പറ്റുമല്ലോ, അതിൻ്റെ ആവശ്യമുള്ളൂ. സോ അങ്ങനത്തെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ, അതേ പോയിന്റ്സ് തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അവിടുത്തെ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിന്. ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഈ FCRA ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കാണ്, അത് നോക്കി വെച്ചോ. നെക്സ്റ്റ് ബാങ്ക് ഓഡിറ്റ്. ഇത്തവണ നല്ലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ടിപ്പിക്കൽ ഫാഷനിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മാറി ഒരു ക്വസ്റ്റ്യൻ. ഈ പ്രൊവിഷനിങ്ങിൻ്റെ പെർസെൻറ്റേജസ് കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന തരം ഒരു ക്വസ്റ്റ്യനാണ് ഇത്തവണ വന്നേക്കുന്നത്. സാധാരണ എപ്പോഴും മറ്റേ NPA ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം ചോദിക്കുന്ന സംഭവം മറ്റേ ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് MTP കൂടി കണ്ടാലേ പാറ്റേൺ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്നാലും RTPയിൽ ഇത്തവണ ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ പ്രൊവിഷനിങ്ങിൻ്റെ പെർസെൻറ്റേജ് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഒരു ലോൺ അക്കൗണ്ട് NPA ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ പ്രൊവിഷൻ ക്ലാസിഫിക്കേഷൻ എങ്ങനെ പോവുക. ആദ്യത്തെ 12 മാസം അത് സബ്സ്റ്റാൻഡേർഡ് 12 മാസം സബ്സ്റ്റാൻഡേർഡ് നിന്നിട്ടും പിന്നെയും അത് NPA ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഡൗട്ട്ഫുൾ കാറ്റഗറിയിലോട്ട് പോകും. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആദ്യത്തെ 1 ഇയർ 12 മാസം അത് D1. അതിനുശേഷം 1 to 2 and 2 to 3, അതായത് D1 ശേഷം വരുന്ന അടുത്ത 2 വർഷം അത് D2. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് D3. ആൻഡ് എങ്ങനെയാണ് എൻ്റെ പ്രൊവിഷൻസ് പോകുന്നത്. ഈ ഒരു പ്രൊവിഷനിങ് ക്ലാസിഫിക്കേഷൻ റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, എ ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ടു മെസ്സേഴ്സ് ആരവ് ഓഫ് ₹80 lakh ഹാസ് റിമെയിൻഡ് NPA ഫോർ 8 മാസം. NPA ആയിട്ട് 8 മാസം വെച്ച് കഴിഞ്ഞാൽ അത് സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറി ആയിരിക്കുമല്ലോ. സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറി ആവുന്ന സമയത്ത് എത്രയാണ് പെർസെൻറ്റേജ് വരിക. സബ്സ്റ്റാൻഡേർഡിനാണെങ്കിൽ 15% ഫോർ സെക്യൂർഡ് എക്സ്പോഷർ, 25% ഫോർ അൺസെക്യൂർഡ് എക്സ്പോഷർ. ഇവിടെ എനിക്ക് തോന്നുന്നു ക്യാഷ് ക്രെഡിറ്റ് അമൗണ്ടിങ് to 80 lakh ഹാസ് റിമെയിൻ നോൺ പെർഫോമിംഗ്. സെക്യൂർഡ് അൺസെക്യൂർഡ് ഡിഫറൻസ് ഇല്ല. സോ ടേക്ക് എവറിത്തിങ് ആസ് സെക്യൂർഡ് ഓൺലി. സോ 80 lakhsൻ്റെ 15% ആയിരിക്കും ഇവിടുത്തെ പ്രൊവിഷൻ ഇടേണ്ടത്. 80 lakhsൻ്റെ 15% എന്ന് പറയുമ്പോൾ എത്ര വരും? 80 × 0.15
12 ലക്ഷം രൂപ, 12 lakhs ആയിരിക്കും ഫസ്റ്റിൻ്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. അനദർ ലോൺ വാസ് ഗിവൺ ടു നമ്മുടെ ബ്രൈറ്റ് മെറ്റൽസ് ലിമിറ്റഡ് അമൗണ്ടിങ് ടു 120 lakhs സെക്യൂർഡ് ബൈ 90 lakhs. അപ്പോൾ 120 lakhs ബ്രൈറ്റിന് കൊടുത്തിട്ടുള്ള 120 lakhs 90 lakh സെക്യൂർഡ് ആണ്. അപ്പോൾ 30 lakh അൺസെക്യൂർഡ് ആണ്. ആൻഡ് ദേ ഹാവ് റിമെയിൻഡ് ഡൗട്ട്ഫുൾ ഫോർ 6 months. ഡൗട്ട്ഫുൾ ആയിട്ട് 6 മാസം. ഡൗട്ട്ഫുൾ ആയിട്ട് 6 മാസം എന്ന് പറയുമ്പോൾ അവർ ഏത് കാറ്റഗറിയാണ്? ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആദ്യത്തെ 1 year എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് D1 കാറ്റഗറി ആണല്ലോ. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള 1 year ഇറ്റ് ഇസ് D1, അതിനുശേഷമുള്ള 2 വർഷം D2. അപ്പോൾ D1 കാറ്റഗറിയിൽ 25% ആണ് സെക്യൂർഡിൻ്റെ റേറ്റ്. അതായത് ഈ 90 lakhന് 120 lakh 90 lakh സെക്യൂർഡ് ആണെന്നല്ലേ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ ആ 90 lakhന് സെക്യൂർഡ് ആയിട്ടുള്ള 90 lakhന് 25%, പിന്നെ മറ്റേ റിമൈനിങ് 30 lakhs 120 90 പോയി കഴിഞ്ഞാൽ 30, അതിന് 100%. D1 D2 D3 ഡൗട്ട്ഫുൾ കാറ്റഗറി ഒക്കെ അൺസെക്യൂർഡ് പോർഷൻ 100% പ്രൊവിഷനാണ്. സോ അവിടെ എത്ര വരിക? 90 × 0.25. സെക്യൂർഡ് പോർഷൻ ഓഫ് D1 25%, അത് 22 ലക്ഷം വരും. പിന്നെ ബാക്കി 30 ഫുള്ള് വരും. അപ്പോൾ മൊത്തം 52.5 എന്ന് പറഞ്ഞ് വരും. 52.5 ആണ് എന്ത് സംഭവിക്കുക? അവിടുത്തെ പ്രൊവിഷൻ സംഭവിക്കുക 52.5. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ക്രസ്റ്റ് ഉണ്ട്. ക്രസ്റ്റ് എന്ത് സംഭവിച്ചു? ദേ ആർ ഡൗട്ട്ഫുൾ ഫോർ 30 months. ഡൗട്ട്ഫുൾ 30 months എന്ന് പറയുമ്പോൾ 12, 24, 36 അല്ലേ, 2.5 വർഷമായി. ഡൗട്ട്ഫുൾ ആയിട്ട് 2.5 വർഷം എന്ന് പറയുമ്പോൾ D2 കാറ്റഗറിയാണ്. ആദ്യത്തെ 1 year D1 അല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ 1 to 2 and 2 to 3 വരെ D2 അല്ലേ. അപ്പോൾ ഇത് D2 നിൽക്കുന്ന സമയമാണ്. D2 എത്രയാണ്? സെക്യൂർഡ് എക്സ്പോഷർ ആണെങ്കിൽ 25%, സെക്യൂർഡ് എക്സ്പോഷർ ആണെങ്കിൽ 40%, അൺസെക്യൂർഡിന് 100%. അപ്പോൾ ഇവിടെ ക്രസ്റ്റിൻ്റെ സെക്യൂർഡ് പോർഷൻ എത്രയാണ് നോക്കണം. സെക്യൂർഡ് പോർഷൻ ഇസ് 120 lakh സെക്യൂർഡിന് 40%, റിമൈനിങ് 200 ലക്ഷത്തിൽ 120 ലക്ഷമാണ് സെക്യൂർഡ്. അപ്പോൾ റിമൈനിങ് 80 ലക്ഷം ഇല്ലേ, ആ 80 ലക്ഷത്തിന് 100% എന്ന് പറഞ്ഞു വരുമ്പോൾ 120ൻ്റെ 40% നോക്കുക, അത് 48 വരും. പിന്നെ മറ്റേ ബാക്കി 80 വരും. 128 ലക്ഷത്തിൻ്റെ എന്ത് വരും? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. Further loan of 150 lakhs granted to Delta Exports having security value of only 40 lakhs had remained for doubtful for more than 5 years. ഡൗട്ട്ഫുൾ ആയിട്ട് 5 വർഷം എന്ന് പറയുമ്പോൾ D3 കാറ്റഗറിയാണ്. അപ്പോൾ പിന്നെ സെക്യൂർഡ് അൺസെക്യൂർഡ് ഒന്നും വ്യത്യാസമില്ല, എല്ലാം 100% ആയിരിക്കും. സോ എൻറ്റയർ 150 lakhs, ഈ മൊത്തം 150ക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊവിഷൻ ഇടേണ്ടി വരും. സെക്യൂർഡിനും അൺസെക്യൂർഡിനും 100% ആണ്. ഇൻ അനദർ കേസ് 50 lakhs granted to Eagle Industries വാസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ ഇന്റർലോട്ടേഴ്സ് ഇറിക്കവറബിൾ. എന്നേക്കുമായിട്ട് 50 lakhs കിട്ടില്ല. അപ്പോൾ ലോസ് അസറ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും എൻറ്റയർ 50 lakhs നമ്മൾ 100% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഇതൊക്കെ തന്നെയാണോ എന്ന് നോക്കട്ടെ കേട്ടോ, ഞാനിപ്പോൾ കണ്ടുപിടിച്ച് തന്നെയാണോ നോക്കട്ടെ. നമ്മളുടെ ആരവ് ട്രേഡേഴ്സിന് 12 ലക്ഷം അല്ലേ? യെസ്, ആരവ് ട്രേഡേഴ്സിന് 12 ലക്ഷമാണ് പ്രൊവിഷൻ, അത് കിട്ടി. ബ്രൈറ്റിന് അമൗണ്ടിങ് ടു 120 lakhs to the extent of 160, since the doubtful period is less than 1 year, provision 25%. Therefore 22 ലക്ഷം പ്ലസ് 30 ലക്ഷം 52 ലക്ഷം ആണോ ഇട്ടേക്കുന്നത്? 52 ഇട്ടേക്കുന്നത്, അത് കിട്ടി. അടുത്തത് വന്നിട്ട് 128 എന്ന് വന്നിട്ടുണ്ടോ നോക്കിയേ, 128 ലക്ഷം വന്നിട്ടുണ്ട്, അത് കിട്ടി. അടുത്തത് വന്നിട്ട് 150 പിന്നെ 50, 100% ഓഫ് 150 അതും കിട്ടിയിട്ടുണ്ട്. 100% ഓഫ് 50 വന്നിട്ടുണ്ട്. യെസ്, അത് തന്നെയാണ് അപ്പോൾ സംഭവം. ഇത് വായിച്ച് നോക്കിയിരുന്നാൽ മതി, ഒന്നുമില്ല. ജസ്റ്റ് ബേസിക് ആയിട്ട് എത്ര നാളായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്നതിനനുസരിച്ചിട്ട് D1 ആണോ D2 ആണോ D3 ആണോ അതോ സബ്സ്റ്റാൻഡേർഡ് ആണോ നോക്കുക. അതിൻ്റെ കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജസ് അപ്ലൈ ചെയ്യുക. സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സെക്യൂർഡിന് 15, അൺസെക്യൂർഡിന് 25. D1 വരുമ്പോഴത്തേക്കും സെക്യൂർഡ് വന്നിട്ട് എത്രയാവും? 25 ആവും. D2 സെക്യൂർഡ് 40 ആവും. D3 സെക്യൂർഡിനും 100, ആൻഡ് D1 D2 D3 എല്ലാം അൺസെക്യൂർഡിന് എപ്പോഴും 100. അതൊന്ന് നോക്കി വയ്ക്കുക, അതിനനുസരിച്ചിട്ട് പ്രോബ്ലം പിടിക്കാണ്ട് തെറ്റിക്കാണ്ട് എഴുതുക, അതേ ഉള്ളൂ സംഭവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് യെസ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ചാപ്റ്റർ നമ്പർ 11 എത്തിക്സ്. എന്താ സംഭവം? ഡ്യൂറിംഗ് ദ സ്റ്റാറ്റ്യൂട്ട് ഓഫ് സി മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് CA current engagement partner observed several circumstances affecting the independence. അപ്പോൾ ഇൻഡിപെൻഡൻസ് എഫക്ട് ചെയ്യുന്ന ചില ത്രെഡ്സ് കാണുന്നുണ്ട്. എന്താ സംഭവം? വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് ഹെൽഡ് ഷെയർസ് ഇൻ ദ കമ്പനി. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് വന്നു അല്ലേ? സെൽഫ്
ഇൻട്രസ്റ്റ് ത്രെട്ട് വന്നു. ദി ഓഡിറ്റ് ഫേം ഹാസ് ഓൾസോ, അല്ലെ, കമ്പനി നമുക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റോ ഗെയിനോ വരാനുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് വരും. ദി ഓഡിറ്റ് ഫേം ഹാസ് ഓൾസോ ഗ്രാൻഡഡ് എ ലോൺ ടു വൺ ഓഫ് ദി ഡയറക്ടേഴ്സ്, അഗെയിൻ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വന്നു. ഫർദർ ഫീസ് റിസീവ്ഡ് ഫ്രം സി മാനുഫാക്ചറിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മേജർ പോർഷൻ ഓഫ് ദ ഫേംസ് ആനുവൽ റവന്യൂ, അഗെയിൻ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വന്നു. ഇതെല്ലാം സെൽഫ് ഇൻട്രസ്റ്റ് ആണല്ലോ. It was also noticed that the audit firm undertook internal audit and management consultancy services എന്ന് ചെയ്യുമ്പോൾ അവിടെ സെൽഫ് റിവ്യൂ ത്രെട്ട് വന്നു. In addition, one of the team members recently served as finance manager before joining the firm. Familiarity, self review threat, അതായത് when we have to review our own procedures which was performed in a previous audit or non-audit engagement. So identify the threats. ഇവിടെ ആകെപ്പാട് രണ്ട് ത്രെട്ടുകൾ, സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, സെൽഫ് റിവ്യൂ ഉണ്ട്. ഓരോ സിറ്റുവേഷനിലും എന്ത് വരുന്നു ഇങ്ങനെ ഇത് പിന്നെ മാർക്ക് ചെയ്ത പോലെ സെപ്പറേറ്റ് കാണിക്കുക. ഇൻ ദ ഗിവൺ കേസ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് ആൻഡ് സെൽഫ് റിവ്യൂ ത്രെട്ട് ആണുള്ളത്. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് എവിടെയൊക്കെ വന്നു ഓരോ സിറ്റുവേഷനായിട്ട് കാണിക്കുക, സെൽഫ് റിവ്യൂ ത്രെട്ടും ഓരോ സിറ്റുവേഷനായിട്ട് കാണിക്കുക. അത് തന്നെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ, നത്തിങ് എൽസ്. അതൊരു ബേസിക് ആയിട്ട് സിമ്പിൾ ചെറിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ എൻ്റയർ RTPയിൽ എനിക്ക് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ തോന്നിയേക്കുന്നത് MCQസിലൊന്നും വലിയ ഇഷ്യൂ തന്നിട്ടില്ല. എക്സെപ്റ്റ് ഓഫ് കോഴ്സ് ആ ഒരു GST ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിലെ പ്ലേസ് ഓഫ് ബിസിനസ്, അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് വരും എന്നൊരു പോയിന്റ് വെച്ചിട്ടുള്ള ഒരു 7th MCQ, അത് നല്ല MCQ ആണ്, അത് നോക്കി വെച്ചോ. പിന്നെ നമ്മുടെ ഈ ഗോയിങ് കൺസേണിനെ സംബന്ധിച്ചിട്ടും SF 570, SS 600 എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, പിന്നെ ബാങ്കിലത്തെ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടു. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് വേണമെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഒന്നുകൂടെ എടുത്ത് നോക്കണമെങ്കിൽ നോക്കാവുന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ മൊത്തത്തിലൊന്ന് RTP ഒന്ന് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് നോക്കുക, വേണമെങ്കിൽ വീഡിയോ ഒരു വട്ടം കണ്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം. ആൻഡ് ഈ ഗോയിങ് കൺസേണിൻ്റെയും SS 600 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക, ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്, കീപ്പിംഗ് ഇറ്റ് ഷോർട്ട്. ദിസ് ഇസ് അവർ RTP ഡിസ്കഷൻ. ജസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസും ഏതൊക്കെ ടോപ്പിക്സ് വന്നു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് ജനറലി ഡിസ്കസ് ചെയ്യുന്നു എന്നതേ ഉള്ളൂ, അല്ലാണ്ട് ഒരു ഫ്രഷ് ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ അല്ല. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് feel free to contact me. Okay, you can contact me. ഇപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണ്, if you want any assistance with classes or anything, you can contact me to this number 7012191689. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സസോ അല്ലെങ്കിൽ ലെക്ചർ, നമ്മുടെ ഫാക്കൽറ്റി മെറ്റീരിയൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് കാര്യങ്ങൾ നോക്കാം. ആൻഡ് ഇഫ് യു ഹാവ് എനി അതർ ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട്. നന്നായിട്ട് പഠിക്കുക, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, സമയം ഇനി ഒട്ടും കളയാനില്ല നമ്മുടെ സെപ്റ്റംബർ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട്. ആൻഡ് MTP1, MTP2 വീഡിയോസ് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതും ഉടനെ തന്നെ IC റിലീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇടാം. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ് ചിൽഡ്രൻ. നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.